എല്ലാവർക്കും ഓണാശംസകൾ. വളരെയധികം സന്തോഷമുണ്ട്. എനിക്കൊന്ന് ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും വീക്കെൻഡ് വൈബ്സിൻ്റെ ഒരു എപ്പിസോഡ് ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ചില എപ്പിസോഡ്സിൽ നമുക്ക് ഗസ്റ്റ് ഉണ്ടാവാറുണ്ട്, ചിലതിൽ ഗസ്റ്റ് ഉണ്ടാവാറില്ല. ഇന്ന് നമുക്ക് ഗസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ് ഉള്ളത്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. എൻ്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആ പ്രദേശത്തെയും ആ സ്കൂളിലെയും ആ നാട്ടിലെയും എല്ലാവരുടെയും വളരെ അടുത്ത സുഹൃത്തായിരിക്കും. പിന്നെ ഇയാളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് വിചാരിക്കും. പക്ഷേ ആൾക്ക് വേറെയും ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും. തൊട്ടിപ്പുറത്തിനോട് ചോദിക്കുമ്പോൾ മോൻ വിചാരിക്കും ഓൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം ഇനി ഞാൻ സംസാരിക്കുന്നത് മറ്റാരെക്കുറിച്ചും അല്ല, നമ്മുടെ സ്വന്തം ശശി നമ്പ്യാരെ കുറിച്ചാണ്. നമ്മളെ പിന്നെ എന്താ പറയാ, പോപ്പിറ്റ് ശശി നമ്പ്യാർ. പിന്നെ എൻ്റെ സ്കൂൾ ടൈം തൊട്ടുള്ള ഫ്രണ്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ വന്നപ്പോൾ അവിടെയും ഇവൻ എന്നെ ഫോളോ കോളേജിലേക്ക് വന്നു. ഫസ്റ്റ് വേറെ ഏതൊരു കോളേജിലേക്കാണ് പോയത്. പിന്നെ എങ്ങനെ രണ്ടാമത്തെ അലോട്ട്മെന്റ് ഹയർ ഓപ്ഷൻ കൊടുത്തപ്പം നമ്മൾ സെയിം LBSലേക്ക് തന്നെ വന്നു. അപ്പം നമ്മൾ രണ്ടുപേരും പഠിച്ചത് തളിപ്പറമ്പിലുള്ള ചിന്മയ വിദ്യാലയം എന്ന് പറഞ്ഞ സ്കൂളിലാണ്. പിന്നെ ശശി എനിക്കൊന്ന് 5th വരെയോ മസ്കറ്റിൽ എവിടെയായിരുന്നു, സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ മസ്കറ്റിൽ. അതിനുശേഷം പിന്നെ പുള്ളി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തു ചിന്മയിൽ. അപ്പം അന്ന് തൊട്ടുള്ള അഗാധമായ ബന്ധമാണ്. പിന്നെ എന്തിനും ഏതിനും നമ്മളൊപ്പം കൂടെ വെക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന, എനിക്ക് നമ്മൾ വീക്കെൻഡ് വൈബ്സിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ശശിയായിരിക്കും. പിന്നെ നമുക്ക് ഒരു ലിസണർ ഉണ്ട് നൈജീരിയയിൽ, അതാരാന്ന് ഇത്തരം മനസ്സിലായിട്ടില്ല. ന്യൂസിലാൻഡിലെ ലിസണർ ശശിയാന്നുള്ളതായിട്ട് ഉറപ്പാണ്. ആരാ? ജിൻഡോ ആയിരിക്കും അല്ലേ. പക്ഷെ ഞാൻ ജനകീയത്തിൽ ഇട്ടണൊക്കെ ഉറപ്പില്ല, ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പിന്നെ അപ്പം അങ്ങനെ ശശീൻ്റെ ഒരു സംഭവ ബഹുലമായ ജീവിതമാണ്. ഇപ്പം നമുക്ക് ഇപ്രാവശ്യം ഓണത്തിൻ്റെ ടൈമിൽ ശശീനെ കിട്ടുമെന്ന് വെച്ചിട്ടില്ല. പക്ഷേ ആള് ന്യൂസിലാൻഡ് ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഷോർട്ട് വെക്കേഷന് വേണ്ടി നാട്ടിൽ വന്നപ്പോൾ അപ്പം തന്നെ നമ്മൾ പിന്നെ പിടിച്ചു. അപ്പോൾ അതാണ് സംഭവം ഉണ്ടായിട്ട്. അപ്പം ശശി എപ്പോൾ വന്നേ? ആദ്യം തന്നെ വലിയൊരു താങ്ക്സ്, നിങ്ങൾ എന്നെ വിളിച്ചു, വളരെ സന്തോഷം. അതിൻ്റെ ഇത് റെമ്യൂണറേഷൻ ഉണ്ട്. കുറച്ചാൾ മുന്നേ ഇവർ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വളരെ നല്ലൊരു കോൺസെപ്റ്റാണ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് ഇതിൽ വളരെ നല്ല ഒരു കാര്യങ്ങളാണ്. കാരണം ആൾക്കാർ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത്, ആർക്കും ഒന്നിനും സമയമില്ലാത്ത സമയത്ത് ഡൗൺലോഡ് ചെയ്ത് യാത്ര ചെയ്യുമ്പോഴും ഒക്കെ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഒരു ശീലമുള്ള സമയത്ത് നിങ്ങൾ ചെയ്ത് വളരെ നല്ലൊരു കൺസെപ്റ്റാണ്. ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ പലപ്പോഴും നമുക്ക് അവിടെയൊക്കെ ഒരുപാട് യാത്ര ബസ്സിലും നടന്നൊക്കെ പോകുമ്പോൾ ഈ പോഡ്കാസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് സ്പോട്ടിഫൈയിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കും. നമ്മൾ സമയമുള്ള സമയത്ത് നമ്മൾ കേൾക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഞാൻ എപ്പോഴും ഡൗൺലോഡ് ചെയ്ത് ഒരുമിച്ച് ചിലപ്പോൾ കേൾക്കാൻ സമയമുണ്ട്. പക്ഷെ ഡൗൺലോഡ് ചെയ്ത് നമുക്കൊരു 20 മിനിറ്റ് അരമണിക്കൂർ നടക്കുമ്പോഴൊക്കെ നമുക്ക് കേൾക്കാൻ സമയം. ഡ്രൈവ് ഇപ്പം അധികം വണ്ടി ഓടിക്കുന്നില്ല, പക്ഷെ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പം ഈ സുഖമായിട്ട് ഇതൊക്കെ കേട്ട് പോകാൻ നല്ല രസമാണ്. നമ്മളെ കൂടെ ഫസ്റ്റ് അരുൺ ഉണ്ടായിരുന്നു. ഇപ്പം അരുൺ വേറൊരു ചെറിയ ബിസിയൊക്കെ ആയി, അവൻ്റെ കുറച്ച് മാറി, അങ്ങനെയാണുള്ളത്. പിന്നെ നീ പൊതുവെ കേൾക്കുന്ന പോഡ്കാസ്റ്റ് ഏതാ? ഞാൻ ഇപ്പം കേൾക്കുന്നത്, ഞാൻ പോഡ്കാസ്റ്റ് തുടങ്ങിയതൊരു 2-3 വർഷം മുന്നേ ഞാൻ പാലക്കാട് ജോലി ചെയ്തപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് മുകേഷ് കഥകളിലാണ് ഞാൻ ശരിക്കും തുടങ്ങിയത്. ഒരുപാട് സിനിമാ കഥകൾ, സിനിമ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇങ്ങനത്തെ കഥകൾ. അപ്പോൾ കൂടുതൽ ഞാൻ ജിമ്മിലും രാവിലൊക്കെ ഇവിടെ നടക്കാനൊക്കെ പോകുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്തെങ്കിൽ എപ്പിസോഡ് ഡൗൺലോഡ് ചെയ്തിടും. അപ്പോൾ ഒരു അരമണിക്കൂർ 20 മിനിറ്റിനായിരിക്കും ഒരു എപ്പിസോഡ് ഉണ്ടാവും. അപ്പം നമുക്ക് കേട്ട് ഇങ്ങനെ പോവാം. യൂട്യൂബ് അല്ല, സ്പോട്ടിഫൈ യൂട്യൂബിൽ കേൾക്കാറില്ല. യൂട്യൂബ് നമുക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, സ്പോട്ടിഫൈയിലുള്ള എനിക്കറിയില്ല. പിന്നെ ഒരുപാട് ഞാൻ സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പുകൾ കേൾക്കാറുണ്ട്. പിന്നെ ഞാൻ കേൾക്കാറുള്ളത് അയാം ധന്യാവർമ്മ പറഞ്ഞിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ടുള്ള കേൾക്കാറ്. ഇതൊക്കെയാണ് മെയിനായിട്ട് കേൾക്കുന്നത്. നിന്റെ സഞ്ചാരം എന്തുണ്ട്? ശശി സൊഡീസി സഞ്ചാരം ഇപ്പം കുറച്ച് കുറവാണ്. ശശിക്ക് ഒരു വലിയ പിന്നെ ട്രാവലോഗൊക്കെ ഉണ്ട്. പിന്നെ പോകുന്ന ട്രിപ്സും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ശശി സൊഡീസീസ്. പിന്നെ അത്ര ഫോളോവേഴ്സിന്റെ എണ്ണം പറഞ്ഞില്ല. പിന്നെ അപ്പം അങ്ങനെയാണ്. അതിപ്പം ആക്റ്റീവ് അല്ല, അത്ര ആക്റ്റീവ് അല്ല. അതിനെക്കാട്ടിയും കൂടുതൽ എൻ്റെ ഇതിൽ ഇട്ട് കാണാം. അതുകൊണ്ട് ന്യൂസിലാൻഡിൽ ഞാൻ സെപ്റ്റംബർ 11 വീട്ടിൽ. എത്ര ദിവസത്തെ? ഞാൻ 4 ആഴ്ച, ഒരു മാസമില്ല, 4 ആഴ്ച കഷ്ടി. എന്തുണ്ട് വരവെല്ലാം സർപ്രൈസ് ആയിരുന്നു? വരവ് ചെറിയ സർപ്രൈസ് ആക്കി വെച്ചു. ഞാൻ മെയില് ശരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു, പക്ഷെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. കാരണം വീട്ടിൽ പറഞ്ഞ പിന്നെ അവരതിൻ്റെ ഒരു ടെൻഷനിൽ എപ്പോഴാണ് വരുന്ന ആ ഒരു ഡേറ്റിന്റെ ഇത് വെച്ചിട്ടായിരുന്നു. കോൺവൊക്കേഷന് ശേഷം ആണ് ബുക്ക് ചെയ്തത്? അല്ല, കോൺവൊക്കേഷൻ ഓഗസ്റ്റിലായിരുന്നു. ഞാൻ ബുക്ക് ചെയ്തത് മെയ് ലാസ്റ്റില്. സ്റ്റുഡന്റ് ആണ്, നമുക്ക് അവിടെ സ്റ്റുഡന്റ് ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടും. നമുക്ക് സിംഗപ്പൂർ എയർലൈൻസ് ഒക്കെ അങ്ങനെ ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തിട്ട് ഞാൻ
വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ഭാര്യയോട് തന്നെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ വരാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഡേറ്റ് പറഞ്ഞില്ല, ഇല്ല ഓണത്തിന് അടുപ്പിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പൊ അവളും പറഞ്ഞു ഡേറ്റ് പറയണ്ട, സർപ്രൈസ് ആവട്ടെ, ഡേറ്റ് പറയണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇടക്കിടയ്ക്ക് ചോദിക്കും എപ്പോഴാണ് വരുന്നത്, ഡേറ്റ് ഏകദേശം ഇന്ന ദിവസം ആണോ, മറ്റേ അശ്വമേധം പറഞ്ഞില്ല ഇതിന്റെയും ഇതിന്റെ ഇടയിലാണോ ഒക്കെ ചോദിക്കാറുണ്ട്. ക്ലൂ ചോദിക്കാറുണ്ട്. ഞാനെല്ലാം തല ആട്ടി വിടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ 10-ാം തീയതി അവിടെ നിന്ന് ഇറങ്ങി. 10-ാം തീയതി രാവിലെയാണ് അവിടെ നിന്ന് 9-ാം തീയതി രാവിലെയാണ് അവിടെ ഫ്ലൈറ്റ് കയറുന്നത്. അപ്പൊ നമുക്ക് അവിടെ നിന്നുള്ളൊരു പ്രശ്നത്തെ ഇത്രയും ദൂരം ഫ്ലൈറ്റ് ഇരിക്കുമ്പോൾ അത്രയും നേരം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പൊ ഓക്ലാൻഡ് ടു സിംഗപ്പൂർ നാളത്തെ ഫ്ലൈറ്റ്, അതൊരു 10 മണിക്കൂറിന് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പൊ ഒരു 1.5 മണിക്കൂറോളം ഡിലേ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് അവിടെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ. അപ്പൊ ഇവിടുന്ന് ന്യൂസിലൻഡിലേക്ക് നമുക്കൊരു 6.5 മണിക്കൂറിന്റെ ടൈം ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവിടെ ഫ്ലൈറ്റ് കയറുമ്പോൾ ഇവിടെ രാത്രിയാണ്. അപ്പൊ പൊതുവെ നമ്മൾ രാവിലെ അല്ലെങ്കിൽ ജോലിക്ക് മെസ്സേജ് വല്ലപ്പോഴും അയക്കും. അപ്പൊ ഫുൾ ഡേ മെസ്സേജ് കാണാത്ത സമയത്ത് വൈഫ് ഒന്ന് പേടിച്ചു, എന്താണ് മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ, നിനക്ക് കേറുമ്പോ പറഞ്ഞാൽ ഞാൻ മിസ്സായി പോയി. അതാണ് ഞാൻ പറ്റിയ അത് ഇല്ല, ചെറിയൊരു ഫൗള് പറ്റി. അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നത് പറഞ്ഞാൽ മതി. അതെ പറ്റിയത് ആ 1.5 മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആയ സമയത്ത് ചെറിയൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയി. അപ്പൊ അവിടുന്ന് ശരിക്കും ഫ്ലൈറ്റിലും വൈഫൈ ഉണ്ടായിരുന്നു, പക്ഷെ ഫ്ലൈറ്റിൽ നമ്മൾ വേറെ ചില വൈഫൈ മറ്റേ അവരെ എന്റർടൈൻമെന്റ് ഇൻഫോർടൈൻമെന്റ് അവര് മാത്രമേ അതായിരിക്കും അല്ലേ? അല്ല, നമുക്ക് വൈഫൈ ആക്സസ് ചെയ്യാം. ഇപ്പൊ നല്ല ഫ്ലൈറ്റുകൾക്ക് ഒട്ടുമിക്ക എല്ലാത്തിലും വൈഫൈ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലാത്തത് അവരുടെ തന്നെ ഒരു ഇതുണ്ടാവില്ലേ, അവരുടെ സെറ്റ് ഓഫ് മൂവീസും. അതെ അതെ, അല്ലാണ്ട് ഇപ്പൊ ഫ്ലൈറ്റിന്റെ വൈഫൈ. പക്ഷെ ഈ ഞാൻ വന്ന ഫ്ലൈറ്റ് എയർ ന്യൂസിലൻഡ് ആയിരുന്നു. ന്യൂസിലൻഡിൽ നിന്ന് ഇവിടത്തേക്ക് നല്ല ഫ്ലൈറ്റ് ആണ്. പക്ഷെ അതിൽ അത്ര ഈ സിംഗപ്പൂരിൽ അത്ര ഫ്ലൈറ്റ് വൈഫൈ അത്ര സ്ട്രോങ് ആയിരുന്നു. നമുക്ക് വൈഫൈയില് വാട്സാപ്പിൽ മെസ്സേജ് ഡെലിവർ ആവുന്നോ ഒന്നുമില്ല. വിചാരിച്ചാൽ ഓക്കെ, നമുക്ക് അത്രയും നേരം ഒരു റിലാക്സ് ചെയ്ത് കിട്ടുന്ന സമയം നമ്മൾ അത് വീണ്ടും കണക്റ്റഡ് ആയി ഇരിക്കണ്ടല്ലോ. നമ്മൾ എപ്പോഴും ബാക്കി സമയം മുഴുവൻ കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വൈഫൈയിലൊന്നും അത്ര ശ്രദ്ധിച്ചില്ല. അത് ഞാൻ ഇവിടെ എത്തി സിംഗപ്പൂർ എയർപോർട്ട് കയറി വൈഫൈ കണക്ട് ചെയ്യുമ്പോഴാണ് ഇവളുടെ ഫോണ് വാട്സാപ്പ് കോളിൽ വരുന്നത്. അപ്പൊ എടുത്തപാട് എവിടെയാണെന്ന് ചോദിച്ചു. സിംഗപ്പൂർ എന്താണ് ചെയ്യുന്നത്? അപ്പൊ അവൾ പെട്ടെന്ന് വിചാരിച്ചു ഞാൻ സിംഗപ്പൂർ എന്തോ ട്രിപ്പിന് വന്നതാണ് എന്നാണ് പെട്ടെന്ന് വിചാരിക്കുന്നത്. നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിലാണ് ഉള്ളത്. സിംഗപ്പൂർ തായ്ലാൻഡ്. അതെ അതെ, പെട്ടെന്ന് ഒരു അവിടെ ഏകദേശം അടുത്താണല്ലോ സ്ഥലങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞല്ല സിംഗപ്പൂർ എയർപോർട്ടിൽ എത്തി എന്ന് പറഞ്ഞു. പിന്നെ അമ്മയോട് പറഞ്ഞില്ല. അമ്മയോട് സാധാരണ വീട്ടിൽ വിളിക്കുന്ന ആളെ വിളിച്ചു. അപ്പൊ അടുത്ത ദിവസം രാവിലെ വീട്ടിൽ വന്ന് കയറിയപ്പോഴാണ് അമ്മ കാണുന്നത്. അമ്മയോട് വൈഫ് പറഞ്ഞത് നിങ്ങൾക്ക് അറിയുന്ന ആരോ വന്നിട്ടുണ്ട് പുറത്ത്. അങ്ങനെ പുറത്ത് വരുമ്പോഴേക്കാണ് അമ്മ എന്നെ കാണുന്നത്. അമ്മ ചാടി വന്നു. അപ്പൊ എന്ത് പെട്ടെന്നൊന്നും പറയാണ്ട് വന്നത്, എന്തെങ്കിലും അവിടെ സംഭവിച്ചോ ഇല്ല, പെട്ടെന്ന് ചാടി വന്നത് വിചാരിച്ചിട്ടുള്ളൊരു. മോനോട് പറഞ്ഞില്ല. മോനെ വൈകുന്നേരം ആണ് കണ്ടത്. സ്കൂളിൽ നിന്ന് വരുമ്പോഴാണ്. അടിപൊളി വീഡിയോ, ജിത്തിനെ എടുത്ത വീഡിയോ ആണ്. അതില് ചിലർക്കൊരു പറഞ്ഞു അതിലൊന്ന് കെട്ടിപ്പിടിക്കാമായിരുന്നു. പക്ഷെ ആ വീഡിയോ എന്റെ ശേഷമാണ് ശരിക്കും അവൻ ആ വീഡിയോ എൻഡിൽ അവൻ ഓടി പോകുന്നുണ്ടായിരുന്നു. ഉള്ളിലോട്ട് ഓടി പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നുണ്ട് എന്റെ അടുത്തോട്ട്. പക്ഷെ അത് ആ വീഡിയോയിലില്ല. അല്ല നിനക്കിപ്പം ഓനോ ഇത്രയും ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷത്തിന് ശേഷം ഓൻ ഇത്തിരി അടുത്ത് കിട്ടുമ്പോൾ ഞാൻ ഇരുന്നത് എന്താണെന്ന് റിയാക്ഷൻ ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. എങ്ങനെയൊക്കെയാണ് അവനിങ്ങനെ ചിരിച്ച് കണ്ണിന്നൊരു നിറയുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ ഉള്ളോട്ട് നേരെ ഓടിപ്പോയി. അപ്പൊ അവിടെയാണ് ശരിക്കും വീഡിയോ കട്ടാവുന്നത്. അത് കഴിഞ്ഞ് അവൻ തിരിച്ച് ഓടി വന്നു. തിരിച്ചെന്റെ അടുത്തേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. പക്ഷെ അത് ആ വീഡിയോയിൽ ഇല്ല. അതെ അതെ, അവൻ പ്രതീക്ഷിക്കുന്നില്ല വരുന്നുണ്ട്. ഓരോ കുട്ടികളും ഓരോ പോലെയാണ്. ചിലവര് കണ്ടപാടിനെ കരയുക അങ്ങനെ സങ്കടം വന്നിട്ടില്ല. ഒരു പെട്ടെന്നൊരു ഇത് വന്നില്ലേ, ഒരു ഫെമിലിയർ ആവാൻ വേണ്ടിട്ടുള്ള ചെറിയ വേറൊരു 2 ജനറേഷന്റെ ഇത്. കാരണം അമ്മയുണ്ട് ആ വീഡിയോയില്, പക്ഷെ അമ്മ ശരിക്കും കാണുന്നില്ല. അമ്മ പറയുന്നുണ്ട് ഇവനോട്. അപ്പൊ അമ്മ എന്റെ മോനൊപ്പം ചൊറിയും. അതായത് ഇതെന്റെ മോനാണ്. അപ്പൊ മോൻ തന്നെ പറയാ അത് വലിയ മോൻ, ഞാൻ ചെറിയ മോൻ. അപ്പൊ അമ്മ എന്നെ കണ്ടപ്പോ ഇതെന്റെ മോനാണെന്ന് പറയുന്നുണ്ട്. അപ്പം അവൻ അതെന്റെ അച്ഛനാണെന്ന് പറയുന്നുണ്ട്. അത്ര വീഡിയോ അത്ര ക്ലാരിറ്റി ആയിട്ട് സൗണ്ട് അത്ര ഉണ്ടായിരുന്നു. അമ്മ കാണുന്ന വീഡിയോ എടുത്തില്ല അല്ലെ? ഇല്ല, അമ്മ കാണുന്ന വീഡിയോ എടുത്തില്ല. അമ്മ അത് എടുത്തിട്ടുണ്ടായില്ല. അല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ട കാര്യം, ഫസ്റ്റ് ഒക്കെ ഇങ്ങനത്തെ റീൽസും വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഇവരെ പേഴ്സണൽ മൊമെന്റ് എന്താ ഇങ്ങനെ. പക്ഷെ പിന്നെ നമുക്ക് അത് കാണുമ്പോൾ നമുക്കും ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല, നമുക്കൊരു ഇമോഷണൽ ഒരു കണക്ട് ആവുന്ന സംഭവമല്ലേ. ഞാൻ വിചാരിക്കാറ് നമ്മള് പലപ്പോഴും ചില വീഡിയോയിലൊക്കെ കുറെ വർഷം 2.5 വർഷം 5 വർഷം എന്നൊക്കെ പറഞ്ഞ അപ്പൊ അത്രയും വർഷം എന്തിനാണ് അവിടെ നിൽക്കുന്നത്? അപ്പൊ അവരെ കാര്യം നമുക്കറിയില്ല എന്താണ്. അത്രയും നിൽക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ വിചാരിക്കും. അപ്പൊ നമുക്ക് അവരെ പേഴ്സണൽ ഇതാണ്. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കും. ആദ്യം വീഡിയോ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചില്ല. ഞാൻ ശരിക്കും പോസ്റ്റ് ചെയ്തിട്ടില്ല, സ്റ്റോറി ആയിട്ടിരുന്നു. വീഡിയോ എടുത്തു. നമ്മുടെ ഒരു ഡോക്യുമെന്റ് ചെയ്യാൻ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ കണ്ടിരിക്കാന്നൊരു രസം. അല്ല, ഈ വീഡിയോ ഫസ്റ്റ് പിന്നെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും
പിന്നെ എന്തിനാ ഇവർ ചീഫ് ഷോ ഓഫ് പോലെയോ അല്ലെങ്കിൽ ഒരു പിന്നെ വെറുതെ ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടാൻ എന്നുള്ള പോലെയൊക്കെ തോന്നും. പക്ഷെ പിന്നെ ചില വീഡിയോസ് കാണുമ്പോൾ അല്ലെ ഇതേ വീഡിയോ തന്നെ കുറെ കഴിഞ്ഞ് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷനാണ്. ആ സമയത്ത് എടുത്തല്ലോ എന്നുള്ള ഒരു ഇതായിപ്പോൾ അങ്ങനെയൊക്കെ. അപ്പൊ എന്നിട്ട് പിന്നെ അമ്മയും മോനും സർപ്രൈസ് ആയി. ജിത്തിനോട് നേരത്തെ പറഞ്ഞു അല്ലേ. പിന്നെ സർപ്രൈസ് ആയത് നമ്മുടെ ഇൻലോസ്, ഭാര്യയുടെ അച്ഛനും അമ്മയും അറിയില്ല. അപ്പൊ രാത്രി ഞാൻ വൈകുന്നേരം അവരെ വീട്ടിലേക്ക് പോയി. അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയ സമയത്ത് ഇവളകത്ത് ആദ്യം കയറിപ്പോയി. ഭാര്യയുടെ ജിത്തിന, അപ്പൊ ജിത്തിനാന്ന് ഞാൻ പേര് ഭാര്യ എന്ന് പറഞ്ഞുകൊടുക്കുന്നത്. അപ്പൊ ജിത്തിനകത്തോട്ട് കയറിപ്പോയി. അപ്പം മോനുണ്ടായിരുന്നു കൂടെ. അപ്പൊ അവര് പെട്ടെന്ന് പാനിക്കായി, എന്താണ് ഈ രാത്രി 8 മണിക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്നത്, ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമായോ അവിടെ എന്നൊക്കെ. അപ്പൊ അതെന്താണ് അറിയില്ലല്ലോ. അപ്പൊ ഇവിടെ പറഞ്ഞാൽ മോന് നാളെ സ്കൂൾ ലീവാണ്, അതുകൊണ്ട് വന്നതാണ്. അപ്പൊ ആരാണ് ഡ്രോപ്പ് ചെയ്യാൻ വന്നത് ചോദിച്ചു. അപ്പം എന്റെ കസിൻ ഹരിയേട്ടൻ, എനിക്കറിയാം, ഹരിയേട്ടനാണ് കൊണ്ടുവിടാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പം ഹരിയേട്ടൻ, അപ്പം ഇവളെന്നെ പുറത്തോട്ട് പോയിട്ട് ഹരിയേട്ടാ വാ, ഉള്ളോട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അകത്തോട്ട് കയറിയപ്പോഴാണ് ഭാര്യയുടെ അമ്മ ഇങ്ങനെ വരുമ്പോഴാണ് പെട്ടെന്ന് എന്നെ കണ്ട് ആകെ ഷോക്കായി. പിന്നെ ഹസ്ബൻഡ് അച്ഛനും വന്നു. അപ്പൊ അവര് പെട്ടെന്ന് കണ്ട് ആരും പറയാണ്ട് വന്നോണ്ടൊരു അല്ല, ഞാൻ ആദ്യം ശരിക്കും വിചാരിച്ചാൽ അമ്മയോട് പറയാം എന്നാണ് വിചാരിക്കുക. കാരണം നമ്മുടെ ഒരു ഇപ്പം ഞാൻ പ്രദീപൊക്കെ നമ്മളൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഞാൻ ഈ കാര്യം ഞാൻ വരുന്നതിന് മുന്നേ ഇവർക്കൊക്കെ അറിയാം. ഞാൻ ബുക്ക് ചെയ്ത ആ സമയത്ത് തന്നെ അറിയാം. ആ സമയത്ത് നമ്മള് സല്ല് പറഞ്ഞിരുന്നു, നമ്മള് വയസ്സായവർക്ക് ഇത്ര ഷോക്ക് കൊടുക്കാൻ പാടില്ല. അപ്പൊ പറയാം. അപ്പൊ ഞാൻ പറയാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ദിവസം കഴിയുന്നതോറും നമ്മൾക്കൊരു എക്സൈറ്റ്മെന്റ് കൂടി, എന്തായിരിക്കും അവരുടെ. എല്ലാരും അറിയും. അതെ, കാണില്ല. നോക്കാം എന്താണ് അങ്ങനെ ട്രൈ ചെയ്തു. എന്നിട്ട് കൊറേ ലീവ് ഉണ്ടാ? ഞാൻ ഒക്ടോബർ 5-ാം തീയതി ഇവിടുന്ന് പോകും. അതല്ലേ, അതും സെയിം വൈറ്റിനറിയാ? സിംഗപ്പൂർ, കൊച്ചി, സിംഗപ്പൂർ, ഓക്ലൻഡ്. കോഴിക്കോട് അങ്ങനെ കോഴിക്കോട് ഫ്ലൈറ്റുകളില്ല. മലേഷ്യയിലേക്ക് ഇപ്പം ഉണ്ട്, പക്ഷെ ഇവിടത്തേക്ക് കോഴിക്കോട് എടുക്കാം. പക്ഷെ കോഴിക്കോട് നിന്ന് പിന്നെ അത് വേറെ കണക്ഷൻ പോയി, പിന്നെ അവിടെ നിന്ന് മാറി ഒരുപാട് സമയം പോകും. സിംഗപ്പൂർ എയർലൈൻസ് കോഴിക്കോടേക്ക് ഇല്ല, കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും. അപ്പൊ ശശിന്റെ ഒരു ബ്രീഫായിട്ട് കാര്യം പറയുകയാണെങ്കിൽ പുള്ളി പിന്നെ ഇവിടെ പാലക്കാടല്ലേ ലാസ്റ്റ് ഉണ്ടായി, അതിന് മുന്നോട്ട് പോയി. പ്രദീപിനെയും സന്ദീപിനെ എല്ലാവരും എനിക്ക് അറിയുന്നത് നമ്മളൊരു 30 വർഷത്തെ പരിചയം ഉണ്ട്. ഞാൻ ശരിക്കും ചെറുപ്പത്തിലൊരു അച്ഛൻ്റെ ജോലി മസ്കറ്റിലായതുകൊണ്ട് 2ാം ക്ലാസ് വരെ മസ്കറ്റിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് 93-ലാണ് നമ്മൾ നാട്ടിലേക്ക് വരുന്നത്. ജനിച്ചത് മസ്കറ്റില? അല്ല, ജനിച്ചത് നാട്ടില്. അത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ നാട്ടിൽ വന്നു. അപ്പം തളിപ്പം ചിന്മയിലാണ് പഠിച്ചത്. അന്ന് മുതലുള്ള പരിചയമാണ് ഇവരൊക്കെ. അപ്പം 93 മുതൽ ഇപ്പൊ 2024 അപ്പം 30-31 വർഷത്തെ പരിചയമാണ്. നമ്മളെ വയസ്സ് അത് കട്ട് ചെയ്യണേ സന്ധ്യ. അപ്പൊ 25 വർഷത്തെ പരിചയം. അപ്പൊ 10th കഴിഞ്ഞ് ഞാൻ KV കൽട്രോൺ മാങ്ങാട്ടിലേക്ക് പോയി. പ്രദീപക് ചിന്മയ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യം ഞാൻ എൻട്രൻസിന് കഴിഞ്ഞ് കിട്ടുന്നത് കാലടിയായിരുന്നു. ആദിശങ്കര കാലടി എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് 2 മാസം കഴിഞ്ഞ് ഹയർ ഓപ്ഷനിലാണ് LBSലേക്ക് വരുന്നത്. LBSൽ വന്നു. പക്ഷെ നമ്മൾ രണ്ടാളും ഞാൻ ഇലക്ട്രിക്കലും പ്രദീപ് ഇലക്ട്രോണിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കോഴ്സ് കഴിഞ്ഞ് ഒരു കുറച്ച് നാൾ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സിൽ ഒരു അപ്രന്റീസ് ആയിട്ട്, പിന്നെ KSEBയിൽ നമ്മൾ അരുണിന്റെ ഫാദറിന്റെ കരിമ്പം ഫാദറായിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ. ഞാൻ അവിടെ ഒരു കോൺട്രാക്ടിൽ സിനിമയില് നിങ്ങൾ മിസ്സായി പോയ കാര്യമുണ്ട്. സന്ദീപും ശശിയും അതൊരു ടീമാണ്. നമ്മള് പിന്നെ ചിലപ്പോൾ പാട്ട് പാടുന്ന ടീമുണ്ടാവും, അതിൽ ഞാനും പെടാറുണ്ട്. പിന്നെ ഫുട്ബോളിന്റെ വലിയ കഥയുണ്ട്, പറയുന്നില്ല. പിന്നെ ഫുട്ബോൾ ടീം, പിന്നെ GK ഇപ്പൊ എല്ലാവർക്കും ഒന്നും കണ്ട ലാട്ടോട്ടൊന്നും കയറാൻ പറ്റില്ലല്ലോ. അന്നേരം ആ GKയിൽ കയറിപ്പിറ്റ് ആൾക്കാരാണ് സന്ദീപും പിന്നെ ശശിയും. അപ്പൊ നമ്മളിങ്ങനെ ഒരു അസൂയോടും ആരാധനയോടും കണ്ട ആൾക്കാരാണ് സന്ദീപൊക്കെ ശശിനുണ്ട്. ഇവര് പോവും, കപ്പ് കിട്ടണ്ട, ജയിക്കണ്ട. അതിന് ശരിക്കും അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് നമ്മളെ സ്കൂളിൽ രാമേന്ദ്ര സാറുണ്ടായിരുന്നു, ജോഗ്രഫി ഹിസ്റ്ററി ഒക്കെ. അപ്പൊ രാമേന്ദ്ര സാറാണ് ശരിക്ക് നമ്മുടെ ഒരു നോർമൽ ടീച്ചിങ് പാറ്റേൺ വ്യത്യസ്തമായിട്ടൊരു കുട്ടികളുള്ള ഇടപഴകാനും ആളുടെ ക്ലാസ്സിന്റെ രീതിയൊക്കെ ഭയങ്കര പ്രദീപകം ഇമിറ്റേറ്റ് ചെയ്യും പണ്ടൊക്കെ. അപ്പോൾ രാമൻ സാറ് ആ ഒരു ടൈമില് ക്ലാസ്സിൽ ലാസ്റ്റിൽ കുറച്ച് നേരം ഇങ്ങനെ ചില കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 9th പഠിക്കുമ്പോൾ അങ്ങനെ പ്രദീപ് സാർ വന്നു. പ്രദീപ് സാർ ഒരു വർഷത്തേക്ക് ഇങ്ങനെ വന്നതാണ്. അരുണാചൽ പ്രദേശിൽ നിന്നാണ് വന്നത്. അന്നേരം നമ്മൾ അരുണാചൽ പ്രദേശ് കേട്ടിട്ടുണ്ടല്ലാണ്ട് ഇത് എവിടെയാണെന്ന് നമുക്ക് എന്നെ പിടുത്തം. അരുണാചൽ പ്രദേശ് സാറ് വന്നു ഒരു വർഷത്തേക്ക്.
അപ്പോൾ ആളാണ് ശരിക്കും നമ്മളെ ഒന്ന് ഗ്രൂം ചെയ്തത്. അപ്പോൾ ആളെ ഇങ്ങനെ പേപ്പർ വായിക്കണം, അത് വായിക്കണം. അപ്പോൾ ആള് കുറച്ചു നേരം ക്ലാസ്സിൽ ഇങ്ങനെ കുറച്ച് ലാസ്റ്റിലൊരു 10 മിനിറ്റ് എന്തൊക്കെയാണ് ആ ആഴ്ചത്തെ അല്ലെങ്കിൽ അന്നത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുക. അപ്പം നമ്മൾക്കൊരു ഒരു കൗതുകം തോന്നി. അപ്പം ഈ ക്വിസിങ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു 8th പഠിക്കുമ്പോൾ ഒരു മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ ഒരു ക്വിസ് ഉണ്ടായിരുന്നു പള്ളിപ്പറമ്പ്. അത് സാധാ ക്വിസ്, ഒരു റിട്ടൺ പോലെ. നാഷണൽ കോളേജിലായിരുന്നു. നാഷണൽ കോളേജ് ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കോട്ട് റോഡ്. അപ്പോൾ അവിടെ റിട്ടൺ ഇതായിരുന്നു. അപ്പോൾ അതിന് പ്രൈസ് കിട്ടിയിരുന്നു. പിന്നെ അങ്ങനെയാണ് നമ്മൾ ഓരോ ഇങ്ങനെ. അപ്പോൾ നമുക്ക് അന്നേരം സന്ദീപ് ഉണ്ടോ ഇവിടെ? അന്നേരം ശരിക്കും സ്കൂൾ ടീമില്ല. അന്നേരം സ്കൂൾ ടീമൊന്നും ആയിട്ടില്ല. അന്നേരം ജസ്റ്റ് നമ്മൾ പോയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് 8th തന്നെ പിന്നെയാണ് ചിന്മയില് അവര് ക്ലാസ് വൈസ് ക്വിസ് കോമ്പറ്റീഷൻ തുടങ്ങി, സഹോദയ കോമ്പറ്റീഷൻ തുടങ്ങി. അപ്പൊ സഹോദയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് തുടങ്ങി. ക്ലാസ് വൈസ് പിന്നെ നമ്മൾ പല സ്ഥലത്തും. പിന്നെ ആ വർഷം മുതൽ എപ്പോഴും ഞാൻ സന്ദീപ് ഉള്ള നമ്മളാണ് ഫസ്റ്റ്. ഒരു 2-3 വർഷം നമ്മൾ സ്ഥിരം ഫസ്റ്റ് കിട്ടാറുണ്ട്. അപ്പം 2 ആളുള്ള ഇതിനൊക്കെ ഞാനും സന്ദീപും, 3 ആളുടെ സുഹാസും ഉണ്ടാവുമായിരുന്നു കൂടെ. അപ്പൊ നമ്മള് സുഹാസ് സ്പോർട്സിലും ഉണ്ട്, അക്കാഡമിക്സിലും ഉണ്ട്, ഇതിലും ഉണ്ട്, എല്ലാത്തിലും ഉള്ളത് ഒരു ബഹുമുഖ പ്രതിഭയാണ് സുഹാസ് എന്ന് പറഞ്ഞത്. അപ്പോ പിന്നെ നമ്മള് PS വിദ്യാലയം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ണൂര് പയ്യന്നൂർ സ്കൂളില്, പയ്യന്നൂർ PS വിദ്യാലയം, അവിടെ ഞാനും സന്ദീപും കൂടി പോയിട്ട് ഇതൊക്കെ ഈ നമ്മുടെ പ്രദീപ് സാറിന്റെ സമയത്താണ് ഇതൊക്കെ പോകുന്നത്. അതിന് മുന്നേ ഒരു വൈസ്മെൻസ് എന്ന് പറഞ്ഞാൽ ഞാനും ഷനൂപും കൂടിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഇപ്പൊ ഇതൊക്കെ ഓരോ കാര്യങ്ങളെ ഓർമ്മ ചെയ്യുന്നതാണ്. ഇതൊന്നും ഒരു ലിങ്ക് ഇല്ലാണ്ട് ക്രോണോളജിക്കൽ ഓർഡർ പറയുന്നത്. പിന്നെ ഞാൻ സന്ദീപ് ഓർമ്മയുണ്ടാവും. നമ്മള് റോട്ടറി ക്ലബിന്റെ പുഷ്പഗിരിയിൽ നമ്മള് പോയിട്ടുണ്ടായിരുന്നു. അത് സ്കൂളിന്റെ കെയർ ഓഫ് തന്നെ പോയത്. അന്നേരം നമ്മുടെ എതിർ ടീം മെയിൻ ടീമായിട്ടുള്ളത് കണ്ണൂർ ചിന്മയാണ്. അതില് ഷനൂപ് അന്നേരം 10th കഴിഞ്ഞ് ചിന്മയിൽ പോയി, കണ്ണൂർ ചിന്മയിൽ പോയി. പിന്നെ പ്രതിഭ ടീച്ചർ മോനുണ്ട് നിതിൻ. അപ്പൊ അവരായിരുന്നു നമ്മുടെ മെയിൻ ആയിട്ട്. അവരൊക്കെ ഭയങ്കര അശമരാണ്. പക്ഷെ അന്ന് നമുക്ക് ഫസ്റ്റ് അടിച്ചു. അപ്പൊ അത് സ്കൂളിൽ വലിയൊരു കാര്യമായിരുന്നു. കാരണം കുറെ ടീംസിന് ഉണ്ടായിരുന്നു ഈ റോട്ടറി ക്ലബിന്റെ ഇതിൽ. അപ്പൊ അന്ന് നമുക്ക് ഫസ്റ്റ് അടിച്ചു. പിന്നെ പ്രദീപ് സാർ ഒരുപാട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പല ഇതുപോലത്തെ ഇങ്ങനത്തെ ഈവന്റ്സിലൊക്കെ നമ്മളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കും. പിന്നെ ഈ ഇവിടെ PS വിദ്യാലയ കണ്ണൂര് പയ്യന്നൂർ സ്കൂളിൽ പോയിട്ട് നമ്മൾ അത് ഫസ്റ്റ് അടിച്ചു. അതിൻ്റെ ഒരു കപ്പ് ആയിട്ട് നമ്മൾ വന്നു. പിന്നെ നമ്മൾ പോയത് ഈ ഇതിൻ്റെ ചിന്മയുടെ തന്നെ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ചിന്മയുടെ തന്നെ പല സ്കൂൾസ് വെച്ചിട്ട് സഹോദയാണോ എനിക്ക് ഓർമ്മയില്ല. അപ്പം അത് നമ്മൾ എറണാകുളം ചിന്മയ വടുതലയിൽ പോയിട്ടുണ്ടായിരുന്നു. ഹരിലാൽ സാർ ആദ്യം പ്രദീപ് സാർ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ക്ലിയർ ചെയ്തു. പിന്നെ സോണലായിരുന്നു. അപ്പോൾ ഞാനും സന്ദീപും സുഹാസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഹരിലാൽ സാറും ഉണ്ടായിരുന്നു, ഇംഗ്ലീഷിൻ്റെ ഹരിലാൽ സാർ. അപ്പോൾ അന്ന് പ്രദീപ് സാറൊന്നും ഇല്ലാത്തതുകൊണ്ടങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ അങ്ങനെയാണ് ഹരിലാൽ സാർ വന്നത്. അപ്പോൾ നമ്മളവിടെ പോയി. ലാസ്റ്റിലൊരു ടൈ ബ്രേക്കർ പോലത്തെ ഇതിലാണ് മിസ്സായത്. ആ മിസ്സായ ക്വസ്റ്റ്യൻ ഇപ്പോഴും ഭയങ്കര കോമഡിയാണ്. അതായത് എന്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എൻ്റെ LBSമായി ബന്ധപ്പെട്ടതാണ്. അത് ഞാൻ വേറെന്തോ ഉത്തരം പറഞ്ഞു, എന്തോ ജമ്മു കാശ്മീർ. പക്ഷെ ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു. അത് LBS നമ്മൾ പിന്നെ 4 വർഷം പഠിച്ചു എന്നുള്ളത് വേറൊരു വിധിയുടെ എന്താ വിളയാട്ടം അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പൊ അന്ന് മുതലേ ബന്ധമാണ്. പിന്നെ നമ്മൾ വേറെയും പോയിട്ടുണ്ട്, കോഴിക്കോട് പോയിട്ടുണ്ട്, നീലേശ്വരത്ത് പോയിട്ടുണ്ട്, എവിടേക്കോ നമ്മള് പോയിട്ടുണ്ട്. അപ്പൊ സന്ദീപിന്റെ ഒരു കാറ്റഗറി വെച്ചാല് ഇംഗ്ലീഷ് മൂവീസ്, ഇംഗ്ലീഷ് പാട്ടുകൾ. നമ്മള് പിന്നെ ക്ലാസ്സിൽ എല്ലാവരും ഇംഗ്ലീഷ് മൂവി പരിചയപ്പെടുത്തി എനിക്ക് സന്ദീപായിരിക്കും വന്നിട്ട് കഥ പറയും. ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തി ടൈറ്റാനിക് ആണ് അല്ലേ? അപ്പൊ അതോ എല്ലാത്തിനും പരിചയപ്പെടുത്തലായിരുന്നു. സന്ദീപിന്റെ വല്യമ്മയുടെ വീട് ഉണ്ടായിരുന്നു നമ്മുടെ ജീവൻ ഭാഷ. ഓരോ വാക്കുകൾ പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു DVD പ്ലെയർ ഒക്കെ കാണുന്നത്. സന്ദീപിന്റെ വലിയ മലേഷ്യയിലൊക്കെ ആയതുകൊണ്ട് അവര് DVD ഒക്കെ കൊണ്ടുവരും. ടൈറ്റാനിക് അവിടെ നിന്നിട്ടുണ്ട്. പിന്നെ ലയൺ കിങ്, ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ലിറ്ററേച്ചർ ആയാലും എല്ലാം സന്ദീപ്. ഞാൻ കുറച്ചും കൂടി ജനറൽ GK ആയിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ഞാൻ കൂടുതൽ നോക്കാറ്. അപ്പൊ നമ്മൾ നല്ലൊരു ടീമായിരുന്നു. നമ്മൾ പോയപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഞാൻ നോക്കും, ചില കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ നമുക്കൊരു ബാലൻസ്. എല്ലാരെല്ലാം നോക്കിയാൽ ചിലപ്പം നോക്കും, ഒരാള് സെക്രട്ടറി നോക്കിയാൽ അത് നല്ലൊരു ടൈമായിരുന്നു. അല്ലെ സ്കൂൾ എനിക്കൊന്നും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഏറ്റവും ബെസ്റ്റ് ടൈം സ്കൂൾ തന്നെയായിരിക്കും. എനിക്കൊന്ന് നമ്മള് ഇപ്പൊ ഞാൻ ശശിയായിട്ട് പിന്നെ കണക്ഷൻ ഉണ്ടെങ്കിലും പിന്നെ മറ്റു പല സ്കൂൾ ഫ്രണ്ട്സ് ഇപ്പൊ അർജുനും അങ്ങനെ സനിലും അങ്ങനെ പലരുമായിട്ടും കണക്ഷൻ ഉണ്ടെങ്കിലും
പിന്നെ ഒരു ഇടക്കാലത്ത് നമ്മൾ അത്ര ഒരു ചെറിയൊരു ഗ്യാപ്പ് വരും. പക്ഷെ എനിക്കൊന്ന് സ്കൂൾ ടൈം ഫ്രണ്ട്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഭാവിയിലായാലും ഒരു ലൈഫ് ലോങ് ആയിട്ട് ഇങ്ങനെ കണക്ഷൻ ഗ്രൗണ്ടഡ് ആക്കി വെക്കും. വലിയ സംഭവം എന്ന് പറഞ്ഞു പണ്ടത്തെ എല്ലാം അറിയാം. നമുക്ക് ഒളിച്ചു വെക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അഭിനയിക്കാൻ പറ്റില്ല അവരെ മുന്നിൽ. അപ്പൊ മറ്റേ 13 ഗോള് വിട്ട അത് ഒളിച്ചു വെക്കേണ്ട ആവശ്യം എനിക്കറിയാം സന്ദീപ്. മറ്റേ ശശിയും പിന്നെ നമ്മളെ പൊതുവേ എനിക്കൊന്നും നമ്മളെ ഫുട്ബോൾ ടീം അത്ര ഒരു സ്ട്രോങ് അല്ലെന്ന് തോന്നുന്നു. ആ വർഷമാണ് സൗദിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മള് പൊതുവെ ആ ഫുട്ബോളിൽ അത്ര പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടൊന്നും അറിയില്ല. പക്ഷെ ഏറ്റവും പിന്നെ കേമന്മാര് എനിക്കൊന്ന് കണ്ണൂർ KV ആണ് അല്ലേ? കണ്ണൂർ KV ഈ പ്രദേശത്തുള്ള പിന്നെ ടീമുകളിൽ വെച്ചിട്ട്, അത് സ്കൂൾ ടീമുകളിൽ വെച്ചിട്ട് നമുക്ക് അവര് നല്ല ഒരു കോമ്പറ്റീറ്റീവ് ടീമായിരുന്നു. അപ്പോ ഏത് കോമ്പറ്റീഷൻ ആയിരുന്നു നമ്മള്? ഫുട്ബോൾ അല്ല, അങ്ങനെയല്ല. പിന്നെ ഏത് സഹോദയം പറയുന്ന പോലെ സഹോദയം അതിനുവേണ്ടി നമ്മൾ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ KV പോയപ്പോഴാണ് ആ ഒരു വ്യത്യാസം മനസ്സിലായത്. കാരണം KVയിൽ വെച്ച് നോക്കുമ്പോൾ ചിന്മയിൽ അത്ര നമ്മൾ ചിന്മയൊക്കെ ബഡ്ഡിങ് സ്റ്റേജ് ആയിരുന്നു ചിന്മയൊക്കെ. അപ്പൊ അത് നമുക്ക് അധികം വലിയ സ്പോർട്സിന്റെ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചെറിയൊരു ഗ്രൗണ്ടും, നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ മരമായിരുന്നു നമ്മുടെ വിക്കറ്റ്. അപ്പം അങ്ങനെ ഒരേ ഗ്രൗണ്ട് ഫുട്ബോളും ഉണ്ടാവും ക്രിക്കറ്റും ഉണ്ടാവും ഒക്കെ. നമ്മള് 2 ഫുട്ബോൾ ടീം അങ്ങോട്ടും ഇങ്ങോട്ടും ബോളുകൾ തമ്മില് മനസ്സിലല്ല ഇങ്ങനെ ഒരു ടീം ഉണ്ട്. ചില ബോൾ വരെ നമ്മള് ഫ്രീ ടൈം കളിക്കുമ്പോൾ മറ്റേ ഉജാലയുടെ പാട്ടൊക്കെ കൊണ്ട് കളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എന്താണ്. അപ്പൊ നമ്മുടെ ഗോളി പോസ്റ്റ് ഒക്കെ വളരെ ചെറിയ, കാരണം അവിടെ ഉള്ള സ്ഥലത്ത് നമ്മൾ ചെറിയ കുട്ടികൾ ഇപ്പൊ നമുക്ക് അവിടെ ചെറിയൊരു പോസ്റ്റാണ്. പക്ഷെ നമ്മള് ഈ ഇവിടെ പോയപ്പോഴാണ് ആക്ച്വൽ പോസ്റ്റ് ഗോൾ പോസ്റ്റ് ഒക്കെ കണ്ടത്. എന്താണ് ഒരു പോസ്റ്റ് എന്നും എന്താണ് ഗ്രൗണ്ട് എന്നും. പിന്നെ നമ്മള് പ്രാക്ടീസിനൊക്കെ ഉണ്ടപ്പറമ്പ് ആയിരുന്നു നമ്മുടെയൊക്കെ ഒരു വെന്യൂ, ഈ സ്കൂൾ ഫുട്ബോൾ ടീം പ്രാക്ടീസിന്. അപ്പൊ അവിടെയായിരുന്നു പോയത്. പക്ഷെ നമുക്കത് 2 ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ ബൂട്ടൊക്കെ ഇട്ട് കളിക്കുമ്പോൾ നമുക്ക് അതിന് വ്യത്യാസം ഇരിക്കുന്നത് മനസ്സിലാവും. സാധാരണ ചെരുപ്പിട്ട് കളിക്കുമ്പോൾ ബൂട്ട് കളിക്കുമ്പോൾ വ്യത്യാസം. ഇപ്പം ഏത് കണ്ടെത്തുന്ന കളിക്കുന്നത്? അതെ അതെ, ഇപ്പം ഒരുപാട് മാറി. ഇപ്പൊ ചിന്മയിൽ തന്നെ ഒരുപാട് ബാസ്കറ്റ്ബോൾ കോർട്ട് വന്നു. അങ്ങനെ ഒരുപാട്. അങ്ങനെ നമ്മളവിടെ സ്കൂളില് സൗദയിൽ പോയി. ഫസ്റ്റ് മാച്ച് SN അഗെയിൻസ്റ്റ് ആയിരുന്നു. ലൊക്കേഷൻ ആർമി സ്കൂളിലായിരുന്നു. ആർമി സ്കൂളിൽ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് കണ്ണൂർ. ആർമി സ്കൂളിലായിരുന്നു നമ്മുടെ ഫസ്റ്റ് മാച്ച്. അതില് ഞാൻ അന്ന് ഡിഫൻഡർ ആയിരുന്നു. അപ്പം ഞാൻ സ്കൂളിലെ ഒരു പ്രബലനായ ഗോളിയാണ്. ചെറിയ ഗോളി പോസ്റ്റില് ഞാൻ പ്രബലനായ ഗോളിയായിരുന്നു ആ കാലത്ത്. അപ്പോ ഫസ്റ്റ് മാച്ചിൽ ഞാൻ ഡിഫൻഡർ ആയിരുന്നു. അത് കഴിഞ്ഞ് അന്ന് നമ്മൾ 2-1 SN തോൽപ്പിച്ചു. നമ്മൾ ജയിച്ചു. അന്ന് സാനിഷ് ആയിരുന്നു, നമ്മുടെ സീനിയർ സാനിഷ് ആയിരുന്നു. നമ്മുടെ ക്ലാസ്മേറ്റ് സജിലിന്റെ ഏട്ടൻ സാനിഷ കുട്ടി, പുള്ളിയായിരുന്നു ഗോളി. അപ്പൊ സാനിഷ് എന്തോ ഒരു ഗോൾ അങ്ങനെ വന്ന സമയത്ത് മിസ്സാക്കിയെന്ന് പറഞ്ഞിട്ട് PT സാറ് പറഞ്ഞു, ഓക്കെ എന്നാ അടുത്ത മാച്ച് കണ്ണൂർ KV ആയിട്ട്. കാരണം അത് ഓരോ ഘട്ടമായിട്ട് നമ്മൾ ജയിച്ചാലും അടുത്ത ഗ്രൗണ്ടിലേക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് റൗണ്ടിലെത്തി കണ്ണൂർ KV വെച്ചാൽ അതിപ്രബലന്മാരാണ്. കണ്ണൂർ KV ആകുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആയതുകൊണ്ട് അത്രയും ഫെസിലിറ്റീസ് അവരൊക്കെ ഭയങ്കര സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പം അത്രയും ഗംഭീരമായ ഫെസിലിറ്റീസ് ഒക്കെ കളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് വന്ന് അന്ന് എന്നോട് പറഞ്ഞു ഹെസി ഗോളി നിൽക്കുന്നു. ഞാൻ ആയിക്കോട്ടെ ഇപ്പൊ എന്താണ് ഗോളി നിൽക്കാൻ. അപ്പം നമ്മളെ ക്ലാസ്സിൽ ഞാൻ, സുഹാസ്, നദീർ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ബാക്കി സീനിയേഴ്സാണ്. റാസി ആയിരുന്നു ക്യാപ്റ്റൻ. ഇഷാമിൻ്റെ റാസി ആയിരുന്നു ക്യാപ്റ്റൻ. നവീൻ ഉണ്ട്, അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ കളി തുടങ്ങി 90 എത്ര മിനിറ്റാണ് മാച്ച് എനിക്ക് ഓർമ്മ. ഫുൾ ടൈം നമ്മുടെ ഹാഫിലാണ് കളി. അപ്പൊ ഈ ഗ്രൗണ്ടിന്റെ ബാക്ക് സൈഡിൽ വെച്ചാൽ വലിയ ഗ്രൗണ്ടാണ്. അപ്പൊ ഈ ഇതൊന്നുമില്ല, ബൗണ്ടറി ഒന്നുമില്ല. ഇവന്മാരങ്ങ് അടിച്ചു വന്ന് ഒരു ഷൂട്ട് അടിക്കും. ഷൂട്ട് അടിച്ച് അങ്ങ് ദൂരെ പോകും. ഞാൻ പോയി ഓടിയെടുക്കണം ബോള്. ഞാൻ ബോൾ എടുക്കലെന്ന് എന്റെ പണി. ഹാഫ് മാറിയപ്പോ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു, കാരണം അവിടെ വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പൊ അവര് ഫസ്റ്റ് ഹാഫ് 6-0 പിന്നെ ഗോൾ അടിച്ചടിച്ചടിച്ച് സിസർ കട്ടൊക്കെ അടിച്ചു. ഞാനൊക്കെ സിസർ കട്ടൊക്കെ നമ്മൾ നോക്കി നിന്നിട്ടുണ്ട്. ഒരു 2-3 ഗോളുകൾ എന്റെ കാലിനുള്ളിലേക്ക് കൂടി പോയി, നമ്മള് ഓപ്പണായി പറയണല്ലോ. അപ്പൊ 13-0 ആയി. 13-0 നമ്മളാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. 13-0 ആയി. അപ്പൊ PT സാറൊക്കെ മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി ഒന്നും ചെയ്യാനില്ല എന്നുള്ള മനസ്സിലായി. അതിൽ ഒരുത്തൻ 6 ഗോൾ അടിച്ചിരുന്നു. അവൻ നമ്മുടെ ഫ്രണ്ടായി. പിന്നെ ഹിഷാമിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, പിന്നെ കണ്ണൂർ KVയിലേക്ക് വന്നു. അപ്പൊ പിന്നെ നമ്മൾ PT സാറ് അപ്പുറമേ പറഞ്ഞു, എന്താണ് ഇപ്പൊ മതിയാക്ക് ഇപ്പൊ എന്താണ് 13 ഗോളൊക്കെ പോയൊക്കെ PT സാറ് പറഞ്ഞിട്ടുണ്ട്.
അതെ അതെ, കാരണം അതൊക്കെ അന്ന് ഗോളി കൂടി മാത്രമേ ഗോളിക്കാൻ ബാക്കി, അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം ഗോൾ കിക്ക് മിക്കവാറും ബോൾ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഗോൾ കിക്ക് അടിക്കണം. ഗോൾ കിക്ക് ഇപ്പൊ എനിക്ക് ഇത്ര ഷൂട്ട് ചെയ്താലൊന്നും പവറില്ല. അപ്പൊ റാസിയ വന്ന് ഷൂട്ട് ചെയ്യാം, റാസിയ വന്ന് ഷൂട്ട് ചെയ്യാൻ നേരെ സെന്ററിൽ പോയി നിൽക്കുമ്പോൾ അവർക്ക് കിട്ടും. അവർ നേരെ വരും, വിങ്സിലേക്ക് കയറി വരും, ഷൂട്ട് ചെയ്യും. ഒന്ന് റൈറ്റ് വിങ്ങിന് അടിക്കും, ലെഫ്റ്റ് വിങ്ങിന് അടിക്കും. ഒരുപാട് ഇരിക്കണ്ട, നീ ആണെങ്കിൽ ഏകദേശം 13-15 വെള്ളം വിടും. റൈറ്റ് വിങ്ങിന് അടിക്കും, ലെഫ്റ്റ് വിങ്ങിന് അടിക്കും. നേരെ പോവും, ഞാൻ പോയി എടുത്തിട്ട് വരണം. രസമല്ല. ഇപ്പൊ ഈ 13-0 നമ്മൾ തോറ്റു കഴിഞ്ഞ് തിരിച്ച് നമ്മൾ സ്കൂൾ ബസ് കയറി ഇരിക്കുകയാണ്. പണ്ടുള്ളവർക്കൊക്കെ ഇത് ഓർമ്മയുണ്ടാവും. നമ്മൾ കയറി ഇരിക്കുമ്പം പിന്നെ ചർച്ചയാണ്. കാരണം 13 അല്ല 13 പോയി തോറ്റു എന്നുള്ളത് വ്യക്തമായി. പക്ഷെ ഈ 13-0 തോറ്റുന്ന സ്കൂളിൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് സ്കൂൾ ബസ്സിൽ ഇരുന്ന് ഡിസ്കഷനാണ്. പി.ടി. സാർ എല്ലാവരും തോറ്റു, ശരി, എത്ര ഗോൾ തോറ്റു എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് പറയണല്ലോ. എല്ലാരും ഒന്നെ പറയണം. മെമ്പറെ പറഞ്ഞു പണ്ട് പിന്നെ വലിയ കണക്ഷൻ ഒന്നും ഇല്ല. ഓൾറെഡി 13-0 അവന്മാര് സ്റ്റാറ്റസിലിട്ട് പിന്നെ നമ്മൾ നാറി കൂട്ടിയിട്ടുണ്ടാവില്ലേ ഫോണിലൊക്കെ വന്നിട്ട്. അപ്പം അവസാനം നമ്മൾ തീരുമാനിച്ചു 2-0 അപ്പൊ 2-0 ഉറപ്പിച്ചിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് വന്നത്. പിന്നെ ഇത് ആരോ ലീക്ക് ചെയ്തത്, ആരാണ് ലീക്ക് ചെയ്തെന്നുള്ളത് അറിയില്ല. പിന്നെ സാധ്യയില്ല. ഇല്ല പിന്നെ ഇപ്പൊ എങ്ങനെയെങ്കിലും അറിയുന്നുണ്ടാവില്ല, നമുക്ക് അറിയില്ല എങ്ങനെയാണ്. പിന്നെ അത് 13-0. പക്ഷെ അത് വലിയ സംഭവമായെന്താ ഞാൻ ഇങ്ങനെയൊക്കെ മനസ്സിലായി. നമ്മുടെ കോളേജ് ടീം LBS ടീം ഇത് എവിടെയോ പോയിട്ട് 14-0 തോറ്റിട്ടുണ്ട്. അത് നമ്മുടെ ഷമിലുണ്ടല്ലോ, ഷമാളുടെ സ്റ്റാറ്റസ് ഇട്ടപ്പോഴാണ് ഞാൻ മനസ്സിലായി ഞാൻ എത്ര ഗോളാണ് തോറ്റത്. 14-0. അപ്പൊ നിങ്ങൾ കോളേജ് അത് 2-3 പറഞ്ഞുള്ളൂ. അപ്പൊ ഇത് അതിനുശേഷം ശശിനെ ഭ്രഷ്ട് കൽപ്പിച്ചു. ഞാൻ പോസ്റ്റിന്റെ ഭാഗത്തേക്ക് ആലോചിക്കുമ്പോൾ രസകരമായ ഓർമ്മകൾ. അന്നേരം വലിയ വിഷമൊന്നുമില്ല. ഇടക്കിടക്ക് വിഷമിപ്പിക്കാൻ പ്രതീപിക്കാൻ സനിലും അങ്ങനെ GK ആയി, ഫുട്ബോളായി. വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേറെ ഒന്നും ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ വേണം. ഈ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂലേ, ഒരു വേറെ സ്കൂളിൽ പോകും. പിന്നെ എക്സ്ട്രാ കരിക്കുലർ പാട്ട് പാടുന്ന പറയാം. അല്ല നിങ്ങളൊക്കെ പാടിക്ക് സെക്കൻഡ് രണ്ടാം റിസർവ് ബെഞ്ച് ഉണ്ടാവില്ല. ഒരാളെ കൊണ്ടത് എല്ലാ പാട്ടും പാടിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളെ മെഹബൂബ പാട്ടൊക്കെ മറന്നു. അത് സന്ദീപ് ഉള്ള സമയത്തിനായിരിക്കൂലേ. പിന്നെ സന്ദീപ് ശരിക്കും ഞാനും നീയും സന്ദീപ് ഒരുമിച്ച് പഠിക്കുന്നത് 5th മുതലാണ്. പ്രദീപും ഞാൻ സന്ദീപ് നിങ്ങളൊക്കെ A ക്ലാസ്സിലായിരുന്നു. നമ്മള് A-B ഒരു മിക്സപ്പ് വരുന്നത് 5ാം ക്ലാസ്. ലാംഗ്വേജ് ഹിന്ദി മലയാളം എന്നുള്ള ഒരു ഇത് വന്ന സമയത്ത് നമ്മളൊക്കെ ഹിന്ദി എടുത്തു. അപ്പൊ A ക്ലാസ് ഹിന്ദിയും B ക്ലാസ് മലയാളമായി. അപ്പൊ ഡോജിന് ഇവരൊക്കെ B ക്ലാസ്സിലേക്ക് പോയി, നമ്മളൊക്കെ A ക്ലാസ്സിലേക്ക് വന്നു. 5 മുതൽ 10 വരെ നമ്മൾ സംസ്കൃതമൊക്കെ പഠിച്ച് ഗച്ചാമിയും അതൊക്കെ പഠിച്ച് നമ്മൾ അങ്ങനെ A ക്ലാസ്സിലായിരുന്നില്ലേ. പിന്നെ സ്ട്രെങ്ത് കുറവ്. അപ്പത്തെ ക്ലാസ്സിൽ കുട്ടികൾ അധികമായിരുന്നു. എല്ലാരും സംസ്കൃതം നമുക്ക് മാർക്ക് കിട്ടാൻ സംസ്കൃതം എളുപ്പം. പക്ഷെ നമുക്ക് അതുകൊണ്ട് മലയാളമായിട്ട് നമുക്ക് ടച്ച് ഉണ്ട്. നമുക്ക് വലിയ പ്രശ്നം വന്നില്ല. മലയാളത്തിന്റെ ആ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോയിട്ടില്ല. അല്ലാണ്ട് മലയാളം വായിക്കാനും എഴുതാനൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് നീ മസ്കറ്റ് എങ്ങനെ എത്തിപ്പെട്ടു? മസ്കറ്റ് കോളേജ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഇവിടെ നാട്ടില് ഇവിടെ ആദ്യം വെസ്റ്റേൺ പ്ലൈവുഡ്സിലായിരുന്നു ട്രെയിനി ആയിട്ട്. നമുക്ക് അടുത്തുള്ള ഫാക്ടറി അതാണല്ലോ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഡിഫൻസിന്റെ ഒരു വലിയ താല്പര്യം ഉണ്ടായിരുന്നു സ്കൂൾ മുതലേ. അത് താല്പര്യം വന്നത് സ്കൂളിൽ പണ്ടപ്പോഴോ 8ാം ക്ലാസ് 9ാം ക്ലാസ് എങ്ങാനും നമ്മുടെ കമ്പ്യൂട്ടറിലായിരുന്നു. ചെറിയൊരു കമ്പ്യൂട്ടറിലായിരുന്നു. ഓർമ്മയുണ്ടാവും. പാരനോയിഡൊക്കെ ഒരു ഗെയിമൊക്കെ കളിക്കുന്ന ഒരു ഇതുണ്ട്. കമ്പൈലർ ഇന്റർപ്രറ്റർ എന്നൊക്കെ. അപ്പൊ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് നമ്മളെല്ലാവരും ലൈനായിട്ട് പോകും. ചെരുപ്പ് ഷൂ ഒക്കെ അയച്ചിടും. എന്നിട്ട് ഇവിടെ കയറി. അപ്പം ആ സമയത്ത് എങ്ങാനും ഈ അവിടെ സ്കൂളിലെ ലൈബ്രറിയിലൊരു നാഷണൽ ഡിഫൻസ് അക്കാഡമി ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ആരാണ് ആ വീഡിയോ വെച്ചത് അറിയില്ല. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴാണ് അതിൻ്റെ കുറേ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഒക്കെ. അപ്പം നമ്മൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഈ 10th കഴിഞ്ഞിട്ടൊരു എക്സാം ഉണ്ടായിരുന്നു, NDA എക്സാം. അപ്പോൾ നമ്മൾ കുറേ പേര് പോയി. അപ്പോൾ അത് കിട്ടിയില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ സബ് ലെഫ്റ്റനന്റ് എന്ന് പറഞ്ഞിട്ടൊരു അത് പല നേവി ഇതിൻ്റെ 3 ഇതിലോട്ടും നമുക്ക് കയറാം. അത് ത്രൂ കയറാം. നമ്മുടെ തൃശ്ശൂരിൽ തന്നെ ഒരു ആളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കയറിയ കാരണം അവർ തന്നെ ഒരു ഡിഗ്രി എഡ്യൂക്കേഷനൊക്കെ അതിൽ തന്നെ തരും. അത് കഴിഞ്ഞ് നമുക്ക് പാരലായിട്ട് നമുക്കൊരു ഈ പോസ്റ്റിംഗ് കിട്ടും. പിന്നെ നമ്മുടെ ഡിഗ്രി പോലത്തെ നമുക്ക് അതും കിട്ടും. അതാണ് അതിൻ്റെ ഒരു രീതി. അത് പൂനെയിലാണ് അതിൻ്റെ ഒരു ഇതൊക്കെ വരുന്നത്. അപ്പം അത് കഴിഞ്ഞ് 12th കഴിഞ്ഞിട്ടാണ് പിന്നെ അത് കുറച്ചും കൂടി നോക്കാമെന്ന് വിചാരിച്ച് B.Tech കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ എക്സാം എഴുതി. പിന്നെ എക്സാം എഴുതിയിട്ട് അത് ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്തു. മീൻസ് UPSC എക്സാം ക്ലിയർ ചെയ്തു. നോർത്ത് പോയില്ലേ?
ഞാൻ പോയത് അലഹബാദിൽ അതിൻ്റെ ഒരു SSB സർവീസ് സെലക്ഷൻ ബോർഡ് എന്ന് ഇന്റർവ്യൂ, അതിന് പോയി. അത് 5 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോഴാണ് അരുണിൻ്റെ ഫോൺ വരുന്നത്. എനിക്ക് ഓർമ്മ സിനിമക്ക് പോയി, ഒരു ഫർഹാൻ അക്തർ സിനിമ ഉണ്ടായിരുന്നു ലക്നൗ സെൻട്രലിനൊക്കെ ഒരു തല്ലിപ്പൊളി പടം ഉണ്ടായിരുന്നു. ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അലഹബാദ് സിനിമക്ക് പോയിരിക്കുമ്പോഴാണ് അരുണിന്റെ ഫോൺ വരുന്നത്. അരുൺ ഹരിദാസ്. അപ്പോൾ അരുണിനോട് ഞാൻ മുന്നേ പറഞ്ഞു, കാരണം അരുണിന്റെ അച്ഛൻ KCB ആയതുകൊണ്ട് അന്നേരം നമുക്കൊക്കെ ഒരു ഇലക്ട്രിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ സബ്സ്റ്റേഷനിൽ കയറുക കുറച്ച് നാളത്തേക്ക് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ KCB അരുണിന്റെ അച്ഛനുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ചെന്നു എന്തെങ്കിലും KCB നിന്ന് പറയണം. അപ്പൊ അങ്ങനെ അരുൺ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ അച്ഛന്റെ സെക്ഷൻ ഓഫീസ് കരിമ്പത്ത് ഒരു സബ് എഞ്ചിനീയർ വേക്കൻസി ഉണ്ട് ടെമ്പററി ആയിട്ട്, നിനക്ക് താല്പര്യം ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് എക്സ്പീരിയൻസ് അല്ലേ. അപ്പൊ അങ്ങനെ തിരിച്ചു വന്നിട്ടാണ് ഞാൻ അവിടെ കയറുന്നത്. ഒരു 10 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ മസ്കറ്റിലേക്ക് ജോലി കിട്ടിയിട്ട് പോകുന്നത്. അവിടെ 2010 പോയിട്ട് ഞാൻ 2018 വരെ മസ്കറ്റിലായിരുന്നു. 8 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ അത് 2 കമ്പനികളിലായിട്ട് 8 വർഷം. അവിടെ നമ്മളെ കോളേജ് ബാച്ച് മേറ്റ്സും ബിബിനും വികാസ് അങ്ങനെ കുറെ സീനിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ടോ അത് എക്സ്റ്റെൻഡഡ് കേരളയാണല്ലോ, ആൾക്കാരും അതൊക്കെ ആയിട്ട് അങ്ങനെ സ്ഥിരം നാട്ടിൽ വരും. എല്ലാ വർഷവും ഓണത്തിനൊക്കെ വരും, നമ്മൾ കൂടാറുണ്ട്. പിന്നെ ഗൾഫിൽ തന്നെയല്ലേ കല്യാണം കഴിഞ്ഞത്? അതെ, 2016 കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ഗൾഫിലുള്ളപ്പോൾ തന്നെയാണ് കഴിഞ്ഞത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പം ജിത്നി അങ്ങോട്ടേക്ക് വന്നു. ഒരു 1.5 വർഷം അവിടെ ഉണ്ടായിരുന്നു. അവിടെ 2018 ഞാൻ ഇങ്ങോട്ട് വിസ റിന്യൂ ചെയ്തു. ഞാനൊരു മാറ്റം, ഒരു വേറെ എവിടെയെങ്കിലും നോക്കാന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ വന്നു. ഒരു 1 വർഷത്തോളം നാട്ടിലായിരുന്നു. പിന്നെ UAE നോക്കാൻ വെച്ചാൽ UAE കുറച്ച് നാൾ പോയി, 3 മാസത്തോളം പോയി. പിന്നെ അത് റെഡി ആയില്ല. പിന്നെ നാട്ടിൽ വന്നു. പിന്നെയാണ് നെന്മാറ, പാലക്കാട് നെന്മാറയിലൊരു ഹോസ്പിറ്റലിൽ വർക്ക് ഉണ്ട്, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അവൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് BR ഷെട്ടി അവരുടെ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൻ്റെ ഒരു വേക്കൻസി അങ്ങനെ നമ്മുടെ ഫ്രണ്ട് വഴി. ഈ എല്ലാ സ്ഥലത്തും പ്രൊഫൈൽ സെയിം ആണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ തന്നെയാണ്. ആദ്യത്തെ കമ്പനിയിൽ മാത്രം നമ്മുടെ ഈ പവർ കേബിൾസ് അങ്ങനെയൊക്കെയുള്ള ഓരോ വീടുകളിൽ കണക്ഷൻ കൊടുക്കുന്ന, അവിടെയൊക്കെ വെച്ചാൽ നമ്മൾ നാട്ടിലെ പോലെയല്ല, ഓരോ വീട്ടിൽ കണക്ഷൻ കൊടുക്കുന്നതിന് കുറെ കമ്പനികളുണ്ട്. ഓരോ രജിസ്റ്റേർഡ് കമ്പനികളാണ് അവിടുത്തെ കണക്ഷൻ കൊടുക്കുന്നതിന് സെപ്പറേറ്റ് ഡൊമസ്റ്റിക് കണക്ഷൻസ്, ഇൻഡസ്ട്രിയൽ കണക്ഷൻസ് ഒക്കെ കമ്പനികളാണ്. മീറ്ററൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുന്നൊക്കെ ആ കമ്പനികളാണ് ചെയ്യുക. അപ്പോൾ ആ വീട്ടിലേക്ക് ഇപ്പോൾ കേബിൾ, ഇപ്പം അവിടെ അണ്ടർഗ്രൗണ്ട് കേബിളും ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ കേബിൾ ലേ ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഞാൻ ചെയ്യുന്ന കമ്പനിയുടെ വർക്ക്. അങ്ങനെ 2 വർഷം ചെറിയ കമ്പനിയാണ്, ഒരു 10 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, 10-12 പേരൊക്കെ ഉള്ള ഒരു ചെറിയൊരു കമ്പനിയാണ്. അതിനുശേഷം ഞാൻ പിന്നെ ബിൽഡിംഗ് ലൈനിലോട്ട് മാറി, നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കിലോട്ട് മാറി. അത് കുറച്ചും കൂടി വലിയ പ്രൊജക്ട്സ് ഒക്കെ ഉള്ളൊരു വലിയ കമ്പനിയാണ്. അതെ, ഒമാനിലുള്ള. അത് അവിടുത്തെ ഒരു ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയുടെ ഇതായിരുന്നു. അപ്പോൾ അവർക്ക് കൂടുതലായിട്ടും ബോർഡർ ഏരിയയിലൊക്കെ ആയിരുന്നു ജോലികളില്ല, അതായത് സിറ്റിയിലല്ല, അല്ല പല ബോർഡർ പോസ്റ്റിലൊക്കെ വലിയ ഇതും. അപ്പം എല്ലാം ഇന്റീരിയറിലോട്ട് ആയിരുന്നു. പിന്നെ അച്ഛൻ മസ്കറ്റിൽ ഉണ്ടായ സമയത്തുള്ള കണക്ഷൻസ് ഇപ്പോൾ ഉണ്ടാ? അച്ഛൻ മസ്കറ്റിലെ അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇപ്പം മരിച്ചു. അവരായിട്ട് കോണ്ടാക്ട് ഉണ്ട്. നീ അവിടെ പോയപ്പോൾ ഒരാൾ മാത്രമേ, 2 പേരുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും അവിടെ നിന്ന് മാറി. അച്ഛൻ നിന്റെ ജനറേഷനിലുള്ള ടീംസ് ആൾക്കാരുണ്ടാവില്ലേ? അതായത് അച്ഛൻ്റെ ഫ്രണ്ടിന്റെ മക്കളും അങ്ങനെ? അച്ഛൻ്റെ ഫ്രണ്ട്സിന്റെ മക്കളൊക്കെ ഓൾമോസ്റ്റ് ആ സമയത്ത് തന്നെ എല്ലാവരും പല സ്ഥലത്തും വന്നിട്ടുണ്ടായിരുന്നു, നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ഒരു ഫ്രണ്ടും അങ്ങനെ ഒരു 3-4 പേരുണ്ടായിരുന്നു. നമ്മുടെ സിംഗർ മഞ്ചേരി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. അച്ഛന്റെ ഫ്രണ്ട് നമ്മുടെ വല്യമ്മയുടെ അനിയത്തിയുടെ മകള് ജീവപ്രകാശിന്റെ വല്യമ്മ ഉണ്ടല്ലോ. ഞാൻ കരുതി അച്ഛൻ മസ്കറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ അച്ഛനും മസ്കറ്റിൽ. അവളെ അച്ഛൻ ഇപ്പോഴും മസ്കറ്റിലാണ്. ആ സമയം മുതലേ മസ്കറ്റിൽ. അപ്പം അച്ഛൻ ആ സമയത്ത് ഉള്ള പരിചയം അവിടെ നിന്നുണ്ട്. സിംഗർ റിലേറ്റീവ് ആണ്. അതെ, ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. അപ്പൊ മസ്കറ്റിൽ ഇപ്പൊ ആ കാലത്ത് ഇത്ര ആൾക്കാർ അവിടെ ഇല്ലല്ലോ. അപ്പം കുറെ കൂടി ആ സമയത്ത് ബന്ധങ്ങളൊക്കെ. പിന്നെ ആദ്യമായിട്ട് മഞ്ചേരിയുടെ അമ്മയൊക്കെ മസ്കറ്റിലേക്ക് വരുമ്പം അമ്മയുടെയും അച്ഛൻ്റെ കൂടെയാണ് ഫ്ലൈറ്റിൽ വന്നത്. അപ്പം അന്ന് മുതലേ നമുക്കുള്ള ഒരു പരിചയമാണ് ആ കാലത്തുള്ള. ഇപ്പം അത്ര നമ്മൾ കോണ്ടാക്ട് ഇല്ല, പക്ഷെ ആ സമയത്ത് നമ്മൾ അതേ സ്കൂളിലായിരുന്നു പഠിച്ചത്. എൻ്റെ 1 വർഷം സീനിയറാണ് അവിടെ മഞ്ചേരിയിൽ. അതെ, സ്കൂളിൽ ആയിരുന്നു പഠിച്ചതൊക്കെ. അപ്പം നമ്മൾ ആ സമയം അവിടെയൊക്കെ ബർത്ത്ഡേ പാർട്ടീസൊക്കെ ഭയങ്കര വിപുലമായി ആഘോഷിക്കുന്നു. ബർത്ത്ഡേ പാർട്ടീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പരിചയമാണ്. എങ്ങനെ നീ ഇങ്ങനെ ഹൽവ വെച്ചിട്ട് ഇത്രയും നേരം പിടിച്ചിരുന്നു? എന്റെ കണ്ണ് അങ്ങോട്ട് ഞാൻ പഴയ ശശിക്ക് വേണ്ടി ശശി ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ ഇരുന്നില്ല പറഞ്ഞു. ഞാൻ നല്ല കോഴിക്കോട് ടൈറ്റാനിക്കിന് ഓർമ്മയിലോട്ട് പോയതുകൊണ്ട് ഇത് പക്ഷെ വയറ് കുറച്ചുകൂടെ അല്ലേ? അതെ,
ആക്ച്വലി നമ്മൾ മറ്റേ ഈ കിരീടം ഊരിയപ്പോൾ വേറെ മറ്റേ ഞാൻ ഗന്ധർവൻ ലുക്കായി. ഇത് നമ്മൾ ഇന്നലെ ടോം ബ്രോന്റെ ഒരു ആഡാണ്. രാഘവേന്ദു പാട്ടാണോ? അല്ല, ഇത് ഒരു സ്റ്റോറി കണ്ടന്റ് ആഡ് നാളിപ്പം വരും. എന്തൊരു സാധനം ഇത് കോഴിക്കോട് മറ്റേ ഗോതമ്പില്ലേ, സാധാരണ എനിക്കൊന്ന് അല്പ മൈദയൊക്കെ അല്ലേ, ഇത് ഗോതമ്പിനെ കൊണ്ടുണ്ടാക്കിയ സന്ദീപിന് പിന്നത്തിലാട്ടാ. അപ്പൊ അങ്ങനെ ഇത് മസ്കറ്റിൽ നിന്ന് പാലക്കാട് വന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പഠിക്കാൻ ചിലവർക്കൊക്കെ താല്പര്യം ഉണ്ടാവും, എന്നാലും ഒരു ഗ്യാപ്പൊക്കെ വരുമ്പം ഭയങ്കര മടിയല്ലേ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും. ഒരു ഗ്യാപ്പൊക്കെ വന്നു കഴിയുമ്പം നീ ഇങ്ങനെ പെട്ടെന്ന് ഒരു കോഴ്സ് എടുക്കണം. എനിക്ക് പണ്ടേ ഈ പുസ്തകങ്ങൾ വായിക്കാൻ വലിയ താല്പര്യം, വലിയ വായനൊന്നുമില്ല, കുറച്ച് വല്ലപ്പോഴും ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കും. അപ്പോൾ പണ്ട് മുതൽ ഒരു മാസ്റ്റേഴ്സ്, എനിക്ക് ഒരു മാനേജ്മെന്റിൽ മാസ്റ്റേഴ്സ് ആയിരുന്നു എൻ്റെ ഒരു താല്പര്യം. MBA പോലത്തെ ഒരു, അത് എവിടെ ഇന്റർനാഷണൽ പോകണമെന്നൊന്നും അങ്ങനത്തെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എപ്പെങ്കിലും നമുക്ക് പറ്റുന്ന സമയത്ത് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ അപ്പോ പാലക്കാട് ഞാൻ ആദ്യത്തെ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തപ്പോഴാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഒരു നർസി മോൻജി ഇൻസ്റ്റിറ്റ്യൂട്ട്, മുംബൈയിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു കോള് വന്നു ഒരു ദിവസം. കോൾ വന്നപ്പോൾ ഇങ്ങനെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അപ്പം ഓക്കെ ഞാൻ നോക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ട് ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തു. ശ്രീരാജ് അതിന് ശേഷമാണ് ശ്രീരാജ് അല്ല. അപ്പോൾ ശ്രീരാജ് ഇങ്ങനെ പറഞ്ഞത്, അപ്പം അന്നേരമാണ് എനിക്ക് ഓക്കെ എന്നാൽ പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാം. കാരണം അങ്ങനെ ചെയ്യാനുള്ളൊരു മൈൻഡ് വരാൻ കാരണം പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ഒരു മാനേജർ പോസ്റ്റിലേക്ക് വരേണ്ട ഒരു സമയത്ത് നമുക്കൊരു ഈ ഒരു ഡിഗ്രി ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്കത് സ്ട്രിക്റ്റായി പോകണ്ടെന്ന് വെച്ചിട്ട് കയ്യിൽ വെക്കാം എന്നുള്ളൊരു ഇതിൽ അങ്ങനെ അതൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സായിരുന്നു. അപ്പോൾ അത് 2 വർഷത്തെ 2019 സ്റ്റാർട്ട് ചെയ്തു, 2020 അത് കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശരിക്ക് ഈ മാസ്റ്റേഴ്സ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ളൊരു മാസ്റ്റേഴ്സ് എൻ്റെ ഒരു മൈൻഡിലേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2018 ഒരു ഓസ്ട്രേലിയൻ പോകുന്ന ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, എങ്ങോട്ടും പോവാം നോക്കാം എന്നുള്ളൊരു കാര്യം. ഞാൻ ഒരുപാട് വർഷം പുറത്ത് ജോലി ചെയ്ത സമയത്ത് നമുക്ക് പുറത്ത് തന്നെ നാട്ടിൽ വരണം, ഫുൾ ടൈം കൂടെ നിൽക്കാനെക്കാട്ടിയും വല്ലപ്പോഴും എന്തായാലും ഒരു വർഷം എന്തായാലും വരണം എന്നുള്ളൊരു ഇതിൽ പുറത്ത് ജോലി ചെയ്യാം എന്നുള്ളൊരു, കാരണം അവിടുത്തെ ഒരു വർക്കിംഗ് രീതിയും ഇവിടുത്തെ വർക്കിംഗ് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പുറത്തേക്ക് വീണ്ടും പോകാൻ കുറെ ശ്രമിച്ചു, ഗൾഫിലേക്കൊക്കെ ജോലിയായിട്ട് നോക്കി, പക്ഷെ അതൊന്നും റെഡിയാകുന്നുണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ വർഷം ആദ്യം അതിന് മുന്നേ ഇവിടെ 3 വർഷത്തോളം ഉണ്ടായിരുന്നു, പാലക്കാട് കഞ്ചിക്കോട് 3 വർഷത്തോളം, 3.5 വർഷം ഉണ്ടായിരുന്നു. അവിടെ പാലക്കാട് IIT പെർമനന്റ് ക്യാമ്പസിൽ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല, കാരണം നമുക്കൊരു കൺസൾട്ടൻസി ജോബായിരുന്നു. ജസ്റ്റ് നമ്മൾ സൈറ്റിൽ പോവുക, നമ്മൾ കാര്യങ്ങൾ പറയാം, നമുക്ക് ഒന്നും പുതുതായി ചെയ്യാനോ പുതുതായി പഠിക്കാനൊന്നും ഇല്ല, നമുക്ക് നിന്ന് പോവാം. പിന്നെ ആ പ്രൊജക്ട് കഴിയുമ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും ഇന്ത്യയുടെ ഏതെങ്കിലും സൈഡിലേക്ക് ആയിരിക്കാം. നല്ല കമ്പനിയായിരുന്നു. കമ്പനിയൊന്നും മോശമില്ല, അത് ജർമ്മൻ കമ്പനിയാണ്, ടുഫ്സുഡ് എന്ന് പറഞ്ഞിട്ടൊരു ജർമ്മൻ ഫേമാണ്. ക്വാളിറ്റി ഇതൊക്കെ ചെയ്യുന്നപ്പം ഈ QA/QC അത് ഇപ്പം ജർമ്മനിലൊക്കെ ഈ ബെൻസിന്റെ BMWക്കെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് ഇവരാണ്. TUV എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമെങ്കിലും ശരിക്കും V എന്നുള്ളത് ഫായാണ്, നമ്മൾ ഫോക്സ് വാഗൺ എന്ന് പറയുന്ന പോലെ. ടുഫ് എന്നാണ് വായിക്കുന്നത്. സുഡ് എന്ന് വെച്ചാൽ SUD എന്ന് വെച്ചാൽ സൗത്ത് എന്നാണ് ജർമ്മനിലെ അർത്ഥം. അപ്പൊ സുദ് എന്ന് പറയും, സുദ്, ടുഫ്, സുദ്. അവിടെ ടുഫ് നോഡ്, NORD, നോഡ് വെച്ചാൽ നോർത്ത്. 2 ഗ്രൂപ്പ്. പണ്ട് TUV ഒറ്റ കമ്പനി ആയിരുന്നു, സ്പ്ലിറ്റായി NORD, നോർഡ്, നോർത്തും സൗത്തും സുഡും ആയിരുന്നു. അപ്പൊ ഞാൻ വർക്ക് ചെയ്തത് സുഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അണ്ടറിലായിരുന്നു. അവർക്ക് ഇല്ല, അത്ര അസൂയ ഇല്ല. അപ്പൊ ഈ നോഡ് എന്നുള്ളത് ഞാൻ കേട്ടിരുന്നു, കാരണം മുന്നേ മസ്കറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനി ISO സർട്ടിഫിക്കേഷൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ നോർഡ്, TUV നോർഡാണ് അതിന്റെ സർട്ടിഫിക്കേഷൻ ചെയ്തത്. ഈ കമ്പനിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പല സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, സർട്ടിഫിക്കേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും ഒരു അഡ്വർടൈസ്മെന്റ് വരാറുണ്ട്, ഇങ്ങനെ TUV എന്നൊക്കെ അഡ്വർടൈസ്മെന്റ് വരാറുണ്ട്. ഡയറക്റ്റ് എംപ്ലോയി ഒരു 3.5 വർഷം അവിടെ ഉണ്ടായി. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ 3 വർഷം കഴിയുമ്പോൾ അതിന് പാരലായിട്ട് വേറെ ജോലി നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പം തൽക്കാലം ബാംഗ്ലൂർ അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും റെഡി ആവുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. അവൻ മുന്നേ മസ്കറ്റിൽ വർക്ക് ചെയ്തതാണ്, കണ്ണൂർ ചിമ്മയിലൊക്കെ പഠിച്ചതാണ്.
അപ്പോൾ അവൻ UK പോയി പഠിക്കാൻ വേണ്ടിയിട്ട്, മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. ഏത് സമയത്തായിരുന്നു? 2023 ജനുവരിയിൽ, കഴിഞ്ഞ വർഷം സ്റ്റാർട്ടിങ്. അപ്പോഴൊക്കെ തോന്നുന്നു ഇത് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയി, ഭയങ്കരമായിട്ട് ആൾക്കാർ പോകുന്നതിന് ശേഷം ശരിക്കും ആൾക്കാർ പോയി തുടങ്ങി. പിന്നെ ഈ കോവിഡ് കഴിഞ്ഞിട്ടൊന്ന് സ്റ്റോപ്പായി. കോവിഡ് കാരണം എങ്ങോട്ടും ആൾക്കാർ പോവാത്തൊരു സിറ്റുവേഷൻ വന്നല്ല. അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊന്ന് റീഓപ്പൺ ആവുന്ന ഒരു ടൈമായിരുന്നു. അപ്പം ഇവൻ പോയി. അപ്പം ഞാൻ കൂടുതൽ സംസാരിച്ചു. അപ്പം അവൻ എൻ്റെ സെയിം പ്രായമാണ്. അപ്പം ഞാൻ ചോദിച്ചു, എടാ ഈ പ്രായത്തിലൊക്കെ എങ്ങനെയാണ് നീ പോകുന്നത് പഠിക്കാനൊക്കെ? അതൊന്നും കുഴപ്പമില്ല, അവിടെ ഒന്നും വലിയ ക്ലാസ് സിസ്റ്റം ഇങ്ങനെയൊന്നുമല്ല, അധികം പഠിക്കാനൊന്നുമില്ല. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും ഒരു ദിവസം. കൂടുതൽ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് ബൈഹാർട്ട് പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച രീതികളെ അല്ല, കോളേജിൽ പഠിച്ച രീതികളെ അല്ല, വ്യത്യസ്തമായ രീതിയാണ് പഠിക്കുന്നത്. അതാവും നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവൻ അവിടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, പഠിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. യുകെയിലുള്ള നമ്മുടെ കസിൻ ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. നമ്മൾ മസ്കറ്റിൽ ഒരുപാട് അടുത്തുണ്ട് താമസം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത്. കാരണം ഓൾമോസ്റ്റ് ഏജ് ഇങ്ങനെ പോയി വരുമായിരുന്നു. അപ്പം ഒരു ട്രൈ ചെയ്ത് നോക്കാം, പിന്നീട് കിട്ടിയണ്ടല്ലോ. ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വേണ്ട. കാരണം ഇത് നമ്മൾ വിചാരിച്ചാൽ പോകാൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എക്സാം പാസ്സാവണം, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം, കിട്ടിയാലായി, ഇല്ലെങ്കിൽ പോട്ടെ, പിന്നീട് നമുക്ക് ഓക്കെ അന്ന് ചെയ്യാമായിരുന്നു എന്ന് ഉള്ളൊരു മൈൻഡ് ആവാൻ പാടില്ല വെച്ചിട്ടാണ് അങ്ങനെയാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്തത്. അപ്പം മുന്നേ ഇതിൻ്റെ കുറേ പേപ്പർ വർക്കൊക്കെ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെച്ചതുകൊണ്ട് കുറേ കൂടി ഈസിയായി. പിന്നെ എക്സാം ഒരു ഓസ്ട്രേലിയയുടെ അതെ ട്രാൻസ്ക്രിപ്റ്റ്, അങ്ങനത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി പോയി ട്രാൻസ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യണം. പിന്നെ പഴയ കമ്പനികളിൽ നിന്നൊക്കെ നമ്മൾ ജോലി ചെയ്തതിൻ്റെ ഒരു ഫോമാറ്റിൽ അവർക്ക് പ്രത്യേക ഫോമാറ്റുണ്ട്. അപ്പോൾ പഴയ കമ്പനികളിൽ ലെറ്റർ ഹെഡിൽ നമ്മളൊരു പാറ്റേണിൽ നമ്മൾ ചെയ്തു വെക്കണം. അപ്പം ഇതൊക്കെ ഞാൻ മുന്നേ ചെയ്തു വെച്ചിരുന്നു, 3-4 വർഷം മുന്നേ. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം എനിക്ക് ലാഭമായി. അപ്പോൾ എനിക്കൊണ്ട് ജൂലൈയിലായിരുന്നു എൻ്റെ ഈ ക്ലാസ് തുടങ്ങുന്നത്. അതെ, ഇൻടേക്ക്. അപ്പം ഞാൻ ജനുവരിയിൽ ശരിക്കും ഞാൻ ആലോചിച്ചത്. അപ്പോൾ അപ്പം നമ്മൾ കൺസൾട്ടൻസിയായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് നമ്മളൊരു 2 മാസം മുന്നേക്കും നമ്മൾ വിസക്ക് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും ബാക്ക് ഡേറ്റ് എടുക്കുമ്പോൾ ജൂലൈൻ്റെ ബാക്ക് ഡേറ്റ് വരുമ്പോൾ മെയ് ആയി. അപ്പം മെയ് പകുതി ആകുമ്പോഴും നമ്മൾ സബ്മിറ്റ് ചെയ്യണം, വിസക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പം പിന്നെ നമുക്ക് 4 മാസമേ ഉള്ളൂ. അപ്പം ഈ 4 മാസത്തിൽ പല പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ, IELTS പാസ്സാവണം, അതിൻ്റെ പ്രിപ്പറേഷൻ, പിന്നെ ഒരുപാട് IELTS ഒരു നമ്മളെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചൊരു ആൾക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമല്ല. ഞാൻ പോയത് എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് നമ്മളിപ്പം കുറച്ചും കൂടി ഇപ്പം ഇംഗ്ലീഷ് സിനിമ പഠിച്ചത് മാത്രല്ല, ഇംഗ്ലീഷ് സിനിമകൾ കാണും, അല്ല അങ്ങനത്തെ ഇംഗ്ലീഷ് പേപ്പർ വായിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷുമായി ഇപ്പൊ നമ്മള് സീരീസ് കാണുക. സീരീസ് കാണുന്നതൊക്കെ നല്ലൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് അവരെ പ്രൊണൗൺസിയേഷൻ, കാരണം ലിസണിംഗ് എന്നൊക്കെ പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പൊ അവരെ ആക്സെന്റിലാണ് സംസാരിക്കുക. അപ്പൊ നമുക്ക് ക്യാച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈസിയാവും. പിന്നെ ഇപ്പോൾ റീഡിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. റീഡിങ്ങിൽ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ഇതിൻ്റെ വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ പുറത്ത് എവിടെയും പോയി പഠിച്ചിട്ടില്ല, മീൻസ് സ്വന്തമായിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ കുറേ ആപ്സ് ഉണ്ട് ഈ പ്ലേ സ്റ്റോറിലൊക്കെ ആപ്സ് ഉണ്ട്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പം മറ്റേതാകുമ്പോൾ അവർ നമ്മുടെ പിറകത്തിൽ നിന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് നമ്മളിരിക്കുന്ന യൂഡമിയിൽ ഒരുപാട് അതിൻ്റെ കോഴ്സ് ഉണ്ട്, നമുക്ക് എടുക്കാം. ലിസണിങ്ങും ഇപ്പം ഇനിയും മെനക്കെടണം. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ 4 സെക്ഷൻസ് നമ്മൾ സെപ്പറേറ്റ് ഇരുന്ന് പഠിക്കണം. എന്നാലും ക്ലിയർ ആകാൻ പറ്റുന്നതേ ഉള്ളൂ. വേറൊരു എക്സാമാണ് PTE, PSN ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട്. അത് ഓസ്ട്രേലിയയും ന്യൂസിലൻഡൊക്കെ പണ്ട് മുതലേ PTE അക്സെപ്റ്റഡ് ആയിരുന്നു. കാനഡ PTE അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പണ്ട്, IELTS മാത്രം. ഇപ്പൊ കാനഡയും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. കഴിഞ്ഞ വർഷം മുതൽ അവരും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. കുറച്ചുകൂടി ഈസി PTE ആണെന്നാ പറയുന്നത്. കാരണം അതിൽ 3 സെക്ഷനാവും. അതായത് റീഡിങ്ങും ലിസണിങ്ങും കൂടി ഒറ്റ സെക്ഷനാണ്. റൈറ്റിംഗ് വേറെ സെക്ഷൻ, സ്പീക്കിംഗ് വേറെ സെക്ഷൻ, അങ്ങനെ 2. മറ്റേത് കുറച്ചും കൂടി. പിന്നെ പണ്ട് IELTSലാകെ നമുക്ക് പേപ്പർ ആൻഡ് പെൻ എന്ന് പറഞ്ഞത്, അതായത് നമ്മൾ റിട്ടൺ മാത്രമേ ഉള്ളൂ. റൈറ്റിംഗിന് റിട്ടൺ ആയിട്ടാണ് നമ്മൾ പേപ്പറിൽ എഴുതാം. PTE എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, പെട്ടെന്ന് റിസൾട്ട്സ് വരും. ഇപ്പോൾ IELTSഉം കമ്പ്യൂട്ടർ ബേസ്ഡ്. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഐദർ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പേപ്പർ ആൻഡ് പെൻ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കമ്പ്യൂട്ടറുമായിട്ട് ഈസി ആയതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും പക്ഷേ കുറച്ച് ടൈപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് സ്പീഡ്, റൈറ്റിംഗ് സെക്ഷനിലൊക്കെ കുറച്ച് ടൈം
മാനേജ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ പേപ്പറും പെന്നാവും മായ്ക്കാനും ഇതൊക്കെ നമ്മളൊരു ഇതിന് ആ കറക്റ്റ് സ്പേസ് ഒക്കെ നമ്മൾ മാനേജ് ചെയ്യണം. പിന്നെ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമാണെങ്കിൽ അതും ഇൻവിജിലേറ്റ് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. മറ്റേതാകുമ്പോൾ പിന്നെ നമ്മൾ കമ്പ്യൂട്ടറാണല്ലോ ചെയ്യുന്നത്. എന്നിട്ട് ഇത് ആപ്ലിക്കേഷൻ കൊടുത്ത് മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, AUT എന്നാണ് അതിന്റെ പേര്. ന്യൂസിലൻഡിലെ ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, AUT. ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി തന്നെ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡ് ആണ് മെയിൻ യൂണിവേഴ്സിറ്റി. പക്ഷെ അവിടെ ഓക്ലൻഡ് യൂണി എന്നാണ് പറയാം. അപ്പൊ ഓസ്ട്രേലിയ ന്യൂസിലൻഡിലൊക്കെ ഈ എല്ലാം ഷോർട്ട് ആയിട്ടാ പറയാം. ഇപ്പൊ യൂണിവേഴ്സിറ്റിക്ക് യൂണി എന്നാ പറയാം, യൂണിവേഴ്സിറ്റി ആരും പറയില്ല. ശശിയുടെ ഷോർട്ട് എന്നാ അത് പിന്നെ ഒന്നും ഷോർട്ട് ആക്കാനില്ല. ശശി തന്നെയാണ് അവര്. സാസ് എന്ന് വിളിക്കുന്ന ഒരാളുണ്ട്. അത് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ഫിലിപ്പിനോ ലേഡി. അപ്പൊ അവര് സാസ് എന്നാണ് പറയാം. നമ്മളെ ഗ്രൂപ്പിൽ സാസോ എന്നാ വിളിക്കല്. ഇവനാണ് ആ പേരിട്ടത്. അർജുനാണ്. അപ്പോൾ ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ അത് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് നമ്മൾ പോകുന്ന കൺസൾട്ടൻസി വഴി ഇരിക്കും അവർ പ്രൊമോട്ട് ചെയ്യുന്ന ചില ആൾക്കാർ. അപ്പോൾ അതെ, അവർക്ക് ടൈപ്പ്, അതായത് ഈ കൺസൾട്ടൻസി പ്രവർത്തിക്കുന്ന അവർക്ക് ചില യൂണിവേഴ്സിറ്റീസ് ടൈപ്പ് ഉണ്ടാവും. അപ്പം നമ്മൾ കൺസൾട്ടൻസി നമ്മൾ പൈസ കൊടുക്കുന്നില്ല, ചിലപ്പോൾ ഒരു 1000 rupees അങ്ങനെ നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കും. അവർക്ക് അവിടെ നിന്നാണ് അവർക്ക് അതിന്റെ പേയ്മെന്റ്. ഓരോ കുട്ടികളും അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഇതിന്റെ പേയ്മെന്റ് വരുന്നത്. കൺസൾട്ടന്റ് ത്രൂ അല്ലാണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അതിന് ഇപ്പൊ എന്റെ ഒരു റൂംമേറ്റ്, ഇപ്പൊ ഞാൻ താമസിക്കുന്ന എന്റെ റൂംമേറ്റ് അങ്ങനെയാണ് വന്നത്. പക്ഷെ അതിന് ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളും നമ്മളത് കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ വീണ്ടും അതൊക്കെ ചെയ്യാൻ സമയം പോയി. മറ്റേതാകുമ്പം അവരെല്ലാം ചെയ്തോളും. നമ്മൾ അവർ പറയുന്ന പേപ്പേഴ്സ് കൊടുത്താൽ മതി, അവർ നമുക്ക് ഗൈഡ് ചെയ്യാനുണ്ടാവും. അപ്പൊ അവരിന്റെ എക്സ്പേർട്സ് ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ നിൽക്കണം. അപ്പൊ ഞാൻ അവിടെ പാലക്കാട് ജോലി ചെയ്യായിരുന്നു. അതിന്റെ പേരലായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. എവിടെയുള്ള? കൊച്ചിയിലുള്ള കൺസൾട്ടൻസിയാണ്. അപ്പൊ അവര് ത്രൂ ആണ് പോയത്. അപ്പൊ അവര് ത്രൂ പോയത് കൊണ്ടാണ് അവർക്ക് ആ കൺസൾട്ടൻസിയാണ് കൂടുതൽ കുറച്ച് ഹൈപ്പ് ചെയ്യുന്നത്. അവിടുത്തെ നല്ല കൺസൾട്ടൻസി യൂണിവേഴ്സിറ്റി തന്നെയാണ്. പക്ഷെ അവര് കുറച്ചും കൂടി അവിടുന്ന് പോകുന്ന കുട്ടികളൊക്കെ കൂടുതലായിട്ട് അവിടെയാണ്. ഇന്ത്യൻസ് ഒക്കെ മെയിൻ ആയിട്ട് കുറെ കൂടി അവിടെയാണ് വരുന്നത്. ഇന്ത്യൻ ചൈനക്കാരൊക്കെ വരുന്നത്. ഈ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡ് ആണോ ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആണോ കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ളത്? യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡ് ആണ്, അതാണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളത്. പക്ഷെ കുറച്ചും ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഓക്ലൻഡ് ഈ ഞാൻ പഠിക്കുന്ന AUT ആണ്. നമ്മൾ ഈ മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് അങ്ങനത്തേനൊക്കെ കുറച്ചും കൂടി ഈ AUT ആണ്. ഞാൻ പറഞ്ഞില്ല, നമ്മളെ പ്രസന്റ് ടീച്ചറിന്റെ മകൻ അവിടെ പോകുന്നുണ്ട്. അത് എനിക്ക് ഉറപ്പില്ല ഏതാണ് ഈ യൂണിവേഴ്സിറ്റി ഓക്ലൻഡ് ആണ്. അവിടെയൊക്കെ 2 ഇൻടേക്കാണ് ഒരു വർഷം. സമ്മർ ഇൻടേക്ക്, വിന്റർ ഇൻടേക്ക്. ഫെബ്രുവരി സമ്മർ ഇൻടേക്ക്, ജൂലൈയിലാണ് അവിടെ വിന്റർ. ഞാൻ ജൂലൈയിൽ. അപ്പം ഒരു വർഷം അവിടെ ഒരു 26,000 സ്റ്റുഡൻസ് അങ്ങനെ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പല പല കോഴ്സായിട്ട് 40ഓളം കോഴ്സ് ഉണ്ട്. അത് ബാച്ചിലേഴ്സ് ഉണ്ട്, ലോ ഉണ്ട്, മീഡിയ ഉണ്ട്, വിഷ്വൽ ഇതുണ്ട്. അങ്ങനെ നമ്മള് എന്ത് കോഴ്സ് പറഞ്ഞാലും ആ കോഴ്സൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് അത്രയും തിരക്കുകൾ പോലെ തോന്നില്ല. കാരണം മിക്കതും പല സമയത്തായും ക്ലാസ്. ഇപ്പം എനിക്ക് തന്നെ ഒരു ദിവസം 2 മണിക്കൂറേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 4 ദിവസം ഓരോ ദിവസം 2 മണിക്കൂറേ ഉണ്ടാവും. അപ്പം ഇങ്ങനെ പല സ്ഥലത്തും സ്പ്രെഡായിട്ട് ഉള്ളൊരു സിസ്റ്റം. പിന്നെ നമ്മൾ നാട്ടിലെ പോലെ നമുക്കൊരു ക്ലാസ് റൂം സിസ്റ്റം അല്ല. അപ്പം നാട്ടിലിപ്പോൾ നമുക്കൊരു ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്ലാസ്സിൽ എല്ലാവരും അറിയാം. കാരണം നമുക്കൊരു ക്ലാസ് റൂം ഉണ്ട്, നമ്മളവിടെ പോയി ഇരിക്കും, വേറെ ക്ലാസ്സിൽ പോകും. ഇത് അങ്ങനെയല്ല. ഇപ്പോൾ ഓരോ ലെക്ചറും ഓരോ റൂമായിരിക്കും. അപ്പോൾ നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാവും. അപ്പോൾ ആ ഓരോ ലെക്ചർ ഹോളിൻ്റെയും അതെ, അപ്പോൾ ആ ടൈമിൽ ഏത് ലെക്ചർ ഹോളാണോ നമ്മൾ അവിടെ പോയി ഇരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ സബ്ജക്റ്റിൽ നിന്ന് വേറെയും പലരും ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ആ ക്ലാസ്സിൽ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ ആൾക്കാർ മാത്രമായിരിക്കില്ല. അപ്പം നമുക്ക് കറക്റ്റ് നമ്മുടെ ക്ലാസ് എത്ര ആൾക്കാരും ചിലപ്പം കോഴ്സ് കഴിയാറാകുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമ്മൾ കാണുകയില്ല. ലാസ്റ്റിൽ കോൺവൊക്കേഷൻ ടൈമിലായിരിക്കും നമ്മൾ കാണുക, ഓക്കെ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. പക്ഷെ ഒരു ക്ലാസ്സിലെ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിന് ഒരു ലെക്ചർ എന്തായാലും വേണ്ടി വരില്ലേ? സെയിം ലെക്ചർ വേണ്ടി വരില്ലേ? അല്ല, നമുക്ക് 4 സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ 4 സെപ്പറേറ്റ് ക്ലാസ്സസ് ഉണ്ട്. 4 ദിവസം വേറെ വേറെ ക്ലാസ്സുകളാണ്. ഈ 4 ക്ലാസ്സിലും ഞാൻ കാണുന്നത് ചിലപ്പോൾ 4 സെറ്റ് ഓഫ് ആൾക്കാരായിരിക്കും. ഒരേ ആൾക്കാരെ കാണുന്നില്ല. ചിലപ്പോൾ ഇതിൽ ചില ആൾക്കാർ ഒരുമിച്ചുണ്ടാവും. ഒരുമിച്ച് കാണുമ്പോഴാണ് ചോദിക്കുക, നീ മറ്റേ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ ചോദിക്കുമ്പോഴാണ് ഓക്കെ ഇന്ന സബ്ജക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാവുക. നിന്റെ പിന്നെ കിട്ടിയ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. മാസ്റ്റർ ഓഫ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്നില്ല, ജസ്റ്റ് ഇലക്ട്രിക്കൽ നമ്മൾ ജനറലായി പഠിക്കുന്നേ ഉള്ളൂ. പക്ഷെ അവരുടെ സർട്ടിഫിക്കറ്റ് എവിടെയും ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. ഇല്ലില്ല, മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് മാത്രമേ അവർ പറയുന്നുള്ളൂ.
അപ്പം നീ ഇലക്ട്രിക്കൽ ബേസ്ഡ് ആണ്, ഇലക്ട്രിക്കലാണെന്റെ അഫിലിയേഷൻ എന്നുള്ളത് ഒരു കാണുന്ന അത് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം സെപ്പറേറ്റ് സബ്ജക്ട്സിനൊക്കെ. അത് പക്ഷെ ആരും ചോദിക്കുന്നത് ഇപ്പം അവിടുത്തെ യൂണിവേഴ്സിറ്റികളും അവിടുത്തെ എംപ്ലോയേഴ്സ് ആണെങ്കിലും നമ്മൾ അവിടെ പഠിച്ചു എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യുന്ന പോലെ. ഇപ്പം നമ്മള് ബാക്കിയുള്ള കൺട്രീസിൽ നിന്ന് നമ്മൾ നേടിയെടുത്തൊരു ഡിഗ്രി വെച്ചിട്ട് മാത്രം അവർക്ക് അവിടെ ജോലി തരാനോ ഇല്ല, ഒരു അവർക്ക് അവരുടെ തന്നെ പഠിച്ച ആൾക്കാർ. ഇപ്പം അവിടെ തന്നെ ലെവൽസ് ഉണ്ട്. പല അവിടുത്തെ എഡ്യൂക്കേഷൻ കുറെ ലെവൽസ് ആണ്. ലെവൽ 1 മുതൽ ലെവൽ 9, ലെവൽ 10 വരെ. അപ്പം മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലെവൽ 9 ആണ്. ലെവൽ 8 വരുന്നതാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ വരുന്നത്, ലെവൽ 8. ലെവൽ 7 വേറെ കോഴ്സ് ഉണ്ട്. ലെവൽ 10 എന്ന് പറഞ്ഞാൽ PhD അതൊക്കെയുള്ള ഡോക്ടറൽ ഡിഗ്രീസ് ആണ്. ഞാൻ ചെയ്തത് ലെവൽ 9. ലെവൽ 9 അവിടെ പഠിക്കാൻ വരുന്നത് കൂടുതൽ ആൾക്കാർ. കാരണം ലെവൽ 9 പഠിച്ചു കഴിഞ്ഞാൽ അവിടെ 3 വർഷം സ്റ്റേ ബാക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടും. PSW എന്ന് പറഞ്ഞാൽ അതിപ്പോ എനിക്ക് കിട്ടി. അത് കിട്ടിയതിന് ശേഷം ഇങ്ങോട്ട് വന്നത്. അതെ. അവ ലെവൽ 8 എന്ന് പറയുന്നത് അവർക്ക് 1 വർഷം മാത്രമേ കോഴ്സ് ഉള്ളൂ, മീൻസ് സ്റ്റേ ബാക്ക് വിസ ഉള്ളൂ. അപ്പൊ നമുക്ക് ജോബൊക്കെ കിട്ടാൻ കുറച്ചും കൂടി 3 വർഷത്തെ കാലാവധിയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ആൾക്കാർ ഒരുപാട് അങ്ങോട്ടേക്ക് ഈ ലെവൽ 9 കോഴ്സ് ചെയ്യാനാണ് കുറെ കൂടെ ആൾക്കാർ അവിടെ വരുന്നത്. ലെവൽ 8 കാട്ടി 3 വർഷത്തെ സ്റ്റേ ബാക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ പഠിച്ചപ്പോൾ എന്റെ കൂടുതൽ ആൾക്കാരൊക്കെ ഒരു എന്നെക്കാട്ടിയും 10-12 വയസ്സ് കുറവുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. എന്റെ ഏജിലുള്ള 1-2 പേരായിട്ടും മിക്ക ആൾക്കാരും എനിക്കൊന്ന് ബിടെക് കഴിഞ്ഞ ആൾക്കാരെ 1 വർഷം 2 വർഷം വർക്ക് ചെയ്ത ആൾക്കാർ അങ്ങനെയൊക്കെ കൂടുതലും. ആ ഒരു 30 ബിലോ 30, 27 to 30 അല്ലെങ്കിൽ ബിലോ 25 ആ റേഞ്ചിലുള്ള ഒരുപാട് ആൾക്കാരാണ്. ശശിനെ പിന്നെ കണ്ടു കഴിഞ്ഞാൽ 25 ആയതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ ക്ലാസ്സിലൊക്കെ പോകുമ്പം പെൺകുട്ടികൾ വന്ന് ഹിറ്റ് ചെയ്യാറുണ്ടോ? അങ്ങനെ ഇല്ല, അങ്ങനത്തെ ഒന്നും ഇതുവരെ ശശി മാരീഡ് ആണെന്ന കാര്യം മനഃപൂർവ്വം മറച്ചു വെച്ചില്ല. ലാസ്റ്റ് പറഞ്ഞേ തീരുന്നില്ല, ഒരു നിർബന്ധിത ഘട്ടം വന്നപ്പോഴാണ് ശശി അത് ഡിസ്ക്ലോസ് ചെയ്തത്. അത് പിന്നെ ആൾക്കാർ ആദ്യം ചോദിക്കും, ഫാമിലി എന്ന് ചോദിക്കും. നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ പറയും വൈഫും കുട്ടിയും നാട്ടിലാണ്. അങ്ങനെ നമുക്ക് ഒന്നും മറച്ചു വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ജോലി. നമ്മള് ചിലപ്പോൾ വേറൊരു നമ്മൾ അവരോട് ജെല്ലാവുന്നതുകൊണ്ട് അവർക്കും നമ്മളിപ്പം നമ്മള് നല്ല പ്രായം കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻസിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ഇന്ത്യൻസ് ആയാലും ബാക്കിയുള്ള ആൾക്കാരായാലും ഇപ്പം നമ്മൾ അവരോടൊപ്പം 2 രീതിയിൽ. ചിലവർക്ക് നമ്മളെ പ്രായം കാണുമ്പോൾ നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ എന്നതിപ്പോ ചേട്ടനാ വിളിക്കുക, കാരണം 10 വയസ്സ് അധികം ഉള്ളതുകൊണ്ട്. ഇപ്പൊ ഈ പ്രായത്തിൽ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാർ. ഇതിന് പ്രായം ഇല്ല എന്നുള്ളൊരു. അപ്പൊ ഈ പഠിക്കാൻ അതപ്പോഴാണ്. അന്നേരമാണെങ്കിൽ വേറൊരു കാര്യം ഓർമ്മ. ഞാൻ പണ്ട് എനിക്ക് പാലക്കാട് സമയത്താണ് ഞാൻ സുഹാസിനെ വീട്ടിൽ പോയി. സുഹാസിനെ വീട്ടിൽ പോയപ്പം സുഹാസിനെ അമ്മ ചോദിച്ചു. അപ്പൊ സുഹാസ് പണ്ട് പഠിക്കാൻ കാനഡയിൽ പോയതാണ്. അവിടെ പഠിച്ച് അവിടെ. അപ്പൊ ശശി നിനക്ക് പഠിക്കൊന്നും വേണ്ടേ? ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഇപ്പൊ ഇനിയിപ്പോ വയസ്സൊക്കെ ആയില്ലേ, ഇനിയിപ്പം എന്ത് പഠിക്കാനാണ്? അത് നമുക്ക് തോന്നുന്നതാണ്. അവിടെയൊക്കെ 40-50 വയസ്സുള്ള ആൾക്കാരാണ് പഠിക്കാൻ പോകുന്നത്. സുഹാസിന് അമ്മ എന്നോട് പറയാം. എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ഈ വയസ്സൊക്കെ നമുക്ക് എന്ത് പഠിക്കാൻ, നമ്മളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണല്ലോ. അവരാണ് പറഞ്ഞത് ഈ പ്രായമൊക്കെ നമുക്ക് പഠിക്കുന്നതെന്ന്. അവിടെയൊക്കെ എല്ലാവരും ആ പ്രായത്തിലൊക്കെയാണ്. കാരണം അവിടുത്തെ വെച്ചാല് ആൾക്കാരൊക്കെ 16 വയസ്സ് കഴിഞ്ഞാൽ അവർ വീട് വിട്ടിറങ്ങി അവരെ ജോലിക്ക് പോയി കുറെ ലോകം ചുറ്റും. പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് നിന്നും അവർക്ക് പിന്നെ കിട്ടുന്ന ഒരു ചില താല്പര്യങ്ങളുണ്ടാവും. ആ താല്പര്യം അങ്ങനത്തെ സബ്ജക്ട്സ് അവർ സെലക്ട് ചെയ്ത് കുറെ ചിലപ്പം ഈ പറയുന്ന പോലെ 45 ചിലപ്പോൾ എഞ്ചിനീയർ ആണെങ്കിൽ ചിലപ്പോൾ 45 വയസ്സിൽ സൈക്കോളജി ഒക്കെ പഠിക്കുന്നുണ്ട്. എന്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട് അവിടെ, കീവി ഒരു പയ്യനുണ്ടാവും. അപ്പൊ അവൻ ഈ പറഞ്ഞ നമ്മള് വെക്കേഷൻ ടൈമിലൊക്കെ അവൻ വെക്കേഷൻ കഴിഞ്ഞ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ എന്തൊക്കെയാണ് വെക്കേഷൻ പരിപാടി. അപ്പൊ അവൻ ട്രിപ്പ് പോയി. അവൻ പോയത് സൗത്ത് അമേരിക്ക മുഴുവൻ പോയി കറങ്ങി. അത് ബാക്ക് പാക്ക് ട്രിപ്പാണ്. ഇവരെങ്ങനെ പോകും ഒരു സ്ഥലത്ത്. അപ്പം ഇന്ന് പ്ലാൻ ഒന്നുമില്ല. ഈ അവിടെയൊക്കെ ഒട്ടുമിക്ക എല്ലാവർക്കും ഇവർക്കൊക്കെ വിസ ഓൺ അറൈവലും വിസയൊക്കെ ഫ്രീ ആയിരിക്കും പല രാജ്യത്തേക്കും. അപ്പൊ നേരെ ടിക്കറ്റും ബുക്ക് ചെയ്തെങ്കിൽ ഫ്രീ ഒരു ചെറിയ പൈസക്ക് ടിക്കറ്റ് എടുത്ത് നേരെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്ക് പാക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ലോഡ്ജസ് ഉണ്ട്. ബാക്ക് പാക്കർ എന്നാണ് പറയാം. ഫ്ലൈറ്റിൽ വരുമ്പോൾ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. ഞാൻ വാഷ്റൂമിന് അങ്ങോട്ട് പോയ സമയത്ത് ഒരുത്തനെ കണ്ടു, ഒരു കീവി. അപ്പം ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അവര് കുറച്ച് ഫ്രണ്ട്ലിയാണ്. അപ്പം സംസാരിച്ചപ്പോൾ അവൻ ഇന്ത്യയിലേക്ക് വരികയാണ്. ഞാൻ എന്താ പരിപാടി വരും, ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിൽ പോയി ഋഷികേശിൽ പോവാണ്. ഋഷികേശ് പോയി. അപ്പൊ ഞാൻ എത്ര ദിവസത്തെ അങ്ങനെയൊന്നുമില്ല. അത് ഇല്ലില്ല, അതൊന്നും ബുക്ക് ചെയ്യില്ല. ഋഷികേശ് പോകും. ഋഷികേശ് പോയിട്ട് കുറച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞത് അവിടുത്തെ റിവർ റാഫ്റ്റിംഗ് ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞു. ഓ അതെയോ, ഓക്കെ ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഋഷികേശിന് അവന്റെ പ്ലാൻ നെക്സ്റ്റ് ഡൽഹിയിൽ വരും. ഡൽഹിയിൽ നിന്ന് ഗോവയിൽ വരും. അപ്പൊ ഞങ്ങളോട് നീ കേരളത്തിൽ എവിടെയാണോ? ഞാൻ പറഞ്ഞു ഞാൻ കേരള താഴെയാണെന്ന് പറഞ്ഞു.
ഇന്ത്യയിൽ കേരളയാണ്. ശശിവശ കണ്ണൂർ, കോഴിക്കോട്. അപ്പോൾ എന്തൊക്കെയാണ് കേരളത്തിലെ സ്പെഷ്യാലിറ്റീസ്? ഞാൻ പറഞ്ഞു ഹിൽ സ്റ്റേഷൻസ് ഉണ്ട്. പിന്നെ മറ്റേ കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ ആൾക്കാർ കൂടുതൽ വരുന്നത് നമ്മുടെ ഹൗസ് ബോട്ടാണ്. ആലപ്പുഴ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അതൊക്കെ നോക്കണം. ഞാൻ ഇപ്പൊ സീസൺ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ഇപ്പൊ നല്ല സീസണാണ്, നമ്മുടെ ഈ സെപ്റ്റംബർ ഒക്കെ നല്ല സീസൺ ആയിരിക്കും. പക്ഷെ അവൻ എപ്പോഴാണ് അവനോട് എത്താന്ന് അവന് പോലും അറിയില്ല. അവൻ ഇന്ത്യയിലെത്തി. നമ്മൾ സെയിം ഫ്ലൈറ്റിൽ സിംഗപ്പൂർ വരെ, പിന്നെ അവൻ ഡൽഹി ഫ്ലൈറ്റിൽ അങ്ങനെ അവൻ പോയി. കിവീസ് പൊതുവേ എങ്ങനെയാണ്? അവര് ഫ്രണ്ട്ലിയാണ് പൊതുവേ ആൾക്കാര്. ഇപ്പൊ നമ്മള് ക്രിക്കറ്റ് കളിക്കാരെ അറിയാം. നമുക്ക് ന്യൂസിലൻഡ് എന്നുള്ള ഫസ്റ്റ് പരിചയം നമ്മൾക്ക് ന്യൂസിലൻഡ് ക്രിക്കറ്റ് ടീമാണ് നമ്മൾ പണ്ട് മുതലുള്ള. അവര് അതിൽ കാണുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പൊതുവേ ഉള്ളൊരു ന്യൂസിലൻഡിന്റെ ആൾക്കാരുടെ ഒരു രീതി. കൂൾ വൈബാണ്. അങ്ങനെ വലിയ അവിടുത്തെ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല, നമ്മൾ വലിയ ആളാണെന്നുള്ളൊരു ഇതൊന്നുമില്ല. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആരെ കണ്ടാലും ഹലോ ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുള്ളൂ, തിരിച്ചുകൊണ്ട് സംസാരിക്കുള്ളൂ. അങ്ങനത്തെ അല്ലാത്ത ആൾക്കാരുണ്ടാവുമായിരിക്കും, നമുക്കറിയില്ല. പിന്നെ അവിടെ കൂടുതലും ഐലൻഡേഴ്സ് അല്ലെങ്കിൽ മാവോറി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, അതാ അവിടുത്തെ ട്രൈബ്. നിന്റെ മറ്റേ കോൺവക്കേഷൻ ഫെസ്റ്റ് പാട്ട് പാടിയ ടീം ഹക്ക എന്ന് പറഞ്ഞൊരു ഡാൻസ് ഉണ്ട്, ന്യൂസിലൻഡിൽ ഒരു ഡാൻസ് ഉണ്ട്. അത് ഫേമസ് ആക്കുന്ന അവരൊരു ന്യൂസിലൻഡിൽ ഒരു റഗ്ബി ടീം. ന്യൂസിലൻഡിന്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോർട്ട് റഗ്ബിയാണ്. അവരുടെ ടീമിനെ ഓൾ ബ്ലാക്സ് എന്നാ പറയാം. ഓൾ ബ്ലാക്സ് എന്ന് വെച്ചാൽ അവിടുത്തെ ന്യൂസിലൻഡ് വേൾഡിലെ ടോപ്പ് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ടീം എന്ന് പറയാം. ഫസ്റ്റ് മിക്കവാറും ഒന്നുകിൽ സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ഇവരാണ്. ഇപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പില് സൗത്ത് ആഫ്രിക്കയും ഇവരായിരുന്നു ഫൈനലിൽ, ന്യൂസിലൻഡ് വരുന്നത്. യുഎസില് അത് റഗ്ബി തന്നെയല്ലേ? യുഎസില് അമേരിക്കൻ ഫുട്ബോൾ. അത് ഫുട്ബോൾ ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട്. റഗ്ബിയില് ഹെൽമെറ്റ് ഒന്നുമില്ല. ഭയങ്കര സൈസുള്ള ആൾക്കാര് അവര് ബോളും കൊണ്ട് ഓടുന്ന സമയത്ത് തടയാ എന്നൊക്കെയുള്ള നടുക്ക് വലിയൊരു കവുങ്ങ് പോലത്തെ രണ്ട് പോസ്റ്റൊക്കെ നാട്ടിട്ടുള്ളതാണ് റഗ്ബി. ഭയങ്കര ഫിസിക്കലായിട്ട് ടഫ് സ്പോർട്ടാണ്. അപ്പൊ അവിടെ കുറേ കൂടി അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഈ ഐലൻഡേഴ്സിൽ മാവോറി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. അവരാണ് അവിടുത്തെ ട്രൈബ്. നമ്മളെ ഓസ്ട്രേലിയ അബോറിജിൻസ് പോലെ അവിടുത്തെ ട്രൈബാണ് ഇവിടെ കാണുന്നതാണ് ഓൾ ബ്ലാക്സ്. അപ്പോൾ അവരുടെ ഈ പുള്ളി അതെ. അപ്പം ഇവരൊക്കെ അവരൊരു മാവോറീസ് അല്ലെങ്കിൽ അബോറിജിൻസ് മീൻസ് അബോറിജിൻസ് അല്ല, ഓസ്ട്രേലിയൻ അബോറിജിൻസ്. ഇവരുടെ ട്രൈബാണ് മാവോറി. പിന്നെ ഐലൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ, അതായത് അവിടെ ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്. ഫിജി, സമോവ, കുക്ക് ഐലൻഡ്സ്. ഫിജി അവിടുത്തെ അല്ലേ? അതെ, അതൊക്കെ കുറച്ച് ഈ പസഫിക് ഓഷന്റെ ഇതിൽ വരുന്നതാണ്. ഒരുപാട് ഇന്ത്യൻ പോപ്പുലേഷനുകൾ ഇന്ത്യയിൽ നിന്ന് പണ്ട് പോയ ഒരുപാട് ആൾക്കാർ. അപ്പൊ ഇവരെ കുറെ മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരുണ്ട് ഇവിടത്തേക്ക് വന്ന്. അപ്പം ഇവരൊക്കെ നമുക്ക് മുടിയൊക്കെ ചിലപ്പോൾ നമ്മുടെ ഈ ഇതിലൊക്കെ അവതാറിലൊക്കെ കാണുന്നുണ്ട്, ബാക്കിലിങ്ങനെ മുടി പോലെ. അതെ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഈ ചെറിയൊരു സെക്ഷൻ ഐലൻഡേഴ്സ് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ടോങ്ക, സമോവ, അമേരിക്കൻ, അങ്ങനത്തെ സമോവ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പം അവരൊക്കെ ഭയങ്കര വെൽ ബിൽട്ടാണ്. ഒരു 6-6.5 അടി ഹൈറ്റും ജനറ്റിക്കലി തന്നെ അവർ ഭയങ്കര സൈസും കാര്യങ്ങളും. അപ്പൊ അവര് ഒക്കെയാണ് ഈ മെയിൻ ഇതിന്റെ ഒക്കെ റഗ്ബിയുടെ ഒക്കെ ആൾക്കാർ. അപ്പൊ ഈ കാണുന്നതാണ്. അപ്പൊ ഇതൊരു വാർ ക്രൈ ആണ് ഈ ഹക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇവരാദ്യം അവര് എന്ത് മേജർ ഇവന്റിനും ഫസ്റ്റ് അവർ ചെയ്യുന്ന ഒരു ഹക്ക ഡാൻസ് അവരൊരു റിച്വൽ പോലെയാണ്. അപ്പം ഈ റഗ്ബിയിലൊക്കെ അവർ എതിർ ടീമിനെ നോക്കിയിട്ട് ഇത് കാണിക്കും ഇതൊരിത്. അപ്പൊ പലരും പറയും ഫിയർലെസ്നെസ് കാണിക്കാൻ. പക്ഷെ നമുക്ക് പെട്ടെന്ന് കാണുന്ന ആൾക്കാർക്ക് ഒരു ഭയം വരും. അവരുടെ ഒരു കണ്ണുകൊണ്ടുള്ള ഒരു ആക്രോശം ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ശബ്ദത്തിലാണ് ഇവർ പറയാം. അപ്പം ചിലവർ പറയാറുണ്ട് പകുതി മാച്ച് അവർ കളി തുടങ്ങുന്നതിന് മുന്നേ ജയിച്ചു എന്ന് പറയും. ചില ആൾക്കാർക്ക് ഒരു മെന്റൽ ഇതാണ്. അങ്ങനെ ഒരു ഇത് ഉണ്ട്. അപ്പം അവർ മെയിൻ ഇതാണ്. അപ്പൊ നമ്മുടെ കോൺവക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഇവരുടെ മെയിൻ ഇവന്റിന് മുന്നേ ഹക്ക ഡാൻസ് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും അതുണ്ടാവും. ഇതിനിടയ്ക്ക് തന്നെ ന്യൂസിലൻഡ് പാർലമെന്റ് ഇതിനൊക്കെ അവരെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുതിയ MP വന്ന സമയത്ത് ഈ മാവോറി ഒരു MP അവര് ഹക്ക ഇത് ചെറിയൊരു ഇത് പെർഫോം ചെയ്തു ഈ ന്യൂസിലൻഡ് പാർലമെന്റ് MP തന്നെ ചെറിയ രീതിയിൽ. അപ്പൊ അത് ന്യൂസിലൻഡിന്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഇതാണ്. എടാ പിന്നെ നിന്റെ കോൺവക്കേഷൻ വീഡിയോ കണ്ടിട്ടുണ്ടാ? Sasi Nambiar. Turav Jayantibai Patel. നീ പിന്നെ അവിടുന്ന് ട്രിപ്സ് എവിടെയും അടിക്കാറുണ്ടോ? ഷോർട്ട് ട്രിപ്സ് അവിടുന്ന് ശരിക്കും ഒരുപാട് സ്ഥലങ്ങൾ ന്യൂസിലൻഡിൽ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രിയാണ്. ഒരുപാട് ഫിലിം ഷൂട്ടിങ്സ് ഉണ്ട്. ന്യൂസിലൻഡിലാണ് നമ്മൾ ലോർഡ് ഓഫ് റിങ്സും ഇതൊക്കെ ഷൂട്ട് ചെയ്തത്. ഭയങ്കര സീനിക്കാണ്. പിന്നെ ഹോബിറ്റ് അതൊക്കെ അവിടെ ന്യൂസിലൻഡിൽ ഇപ്പോഴും ആ സ്ഥലം ഇപ്പോഴും ഉണ്ട്. അവിടെ ആൾക്കാർ ടൂറിന് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമൊന്നും വലിയ ജസ്റ്റ് അതിൻ്റെ അടുത്തുള്ള നമ്മുടെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോഴ്സ് കഴിഞ്ഞിട്ട് 4 ദിവസത്തെ ഒരു യാത്ര നമ്മളെ ഫ്രണ്ട്സ് കൂടിയിട്ട് നമ്മൾ പോയി. കോൺവക്കേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മൾ 4 പേര് കൂടിയിട്ട് 5 പേര് കൂടിയിട്ട്. റൂംമേറ്റ്സാ?
ഒരാൾ എൻ്റെ റൂംമേറ്റ് ആണ്, ബാക്കി 2 പേരുടെ ക്ലാസ്മേറ്റ്സ്. നമ്മൾ 4 ഒരുമിച്ച്. അതിലെ ഒരാളുടെ ക്ലാസ്മേറ്റ് ഫ്രണ്ടാണ്. അപ്പം അവൻ അവിടെ വന്നിട്ടുണ്ട്. അവൻ്റെ മദർ അതിൻ്റെ കുറച്ച് ദൂരെയാണ് താമസം. അപ്പോൾ അവൻ നമ്മളെ ഫ്രണ്ടിൻ്റെ ഗ്രാജുവേഷൻ കാണാനും ഒക്കെ ആയിട്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ 5 പേര് കൂട്ടിയിട്ട് ഒരു യാത്ര പോയി. അവിടെ നിന്ന് നമ്മളൊരു 200 കിലോമീറ്റർ മാറി അവിടെ ഒരു കോറമാണ്ടൽ എന്ന് പറഞ്ഞൊരു ഡ്രൈവ് ഉണ്ട്, ഒരു കടൽക്കര, നമ്മൾ പസഫിക് ഓഷൻ സൈഡിലേക്ക് കൂടി. അത് പോയി കഴിഞ്ഞ് നമുക്ക് ടൊറങ്ക എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അവിടുത്തെ അവരുടെ ലാംഗ്വേജിലായതുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് പേര് കിട്ടാത്തത്. ടൊറങ്ക എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ഒരു മൗണ്ടൻ ഉണ്ട്. ആ മൗണ്ടനിൽ കയറി നമുക്ക് ഈ പസഫിക് ഓഷൻ മുഴുവൻ കാണാം. ലൈസൻസ് കിട്ടിയോ? ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അപ്പോൾ അവിടെ ഏപ്രിൽ എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് റോട്ടറോവ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. റോട്ടറോവയിലാണ് നമ്മുടെ ദിലീപിന് സിനിമയായ ലൈഫ് ഓഫ് ജോസൂട്ടി ഷൂട്ട് ചെയ്ത സ്ഥലം റോട്ടറോവയാണ്. അതിൽ കാണിക്കുന്ന എയർപോർട്ടൊക്കെ ഉണ്ട്, അതൊക്കെ റോട്ടറോവ എയർപോർട്ടാണ്. റോട്ടറോവ ഫേമസ് ആയിട്ടുള്ളത് ഈ അവിടെ ഒരുപാട് ജിയോ തെർമൽ ആക്ടിവിറ്റി ഉണ്ട്. അതായത് നമ്മളെ ഇതിൽ നിന്ന് ഇങ്ങനെ സൾഫറും ഇതൊക്കെയുള്ള മിനറൽസ് പോലെ ഇങ്ങനെ ആവി പോലെ വരും നമ്മളെ ഭൂമിയുടെ അടിയിൽ നിന്ന്. വോൾക്കാനോ അല്ല, ഒരു ജിയോ തെർമൽ എനർജി എന്നൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ. US ഉണ്ടാവുമല്ലോ ജിയോ തെർമൽ, യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഭൂമിന്റെ അടിയിൽ ചെറിയ അരുവി പോലെ ഉണ്ടെങ്കിൽ ഈ അരുവി ഇങ്ങനെ പതിഞ്ഞു പോകും, നമ്മൾ തിളച്ച വെള്ളം പോകുന്ന പോലെ. അതിനിങ്ങനെ ഭയങ്കര സ്മെല്ല്, ചീഞ്ഞ മുട്ടയുടെ മണായിരിക്കും. അപ്പൊ നമ്മളെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരു മുട്ടയുടെ ഒരു മണാണ്, മുഴുവൻ മുട്ട ചീഞ്ഞ ഒരു മണാണ് ഉണ്ടാവും. അത് ഭയങ്കര ഫേമസ് ആയ സ്ഥലമാണ്, ഈ ആൾക്കാർ ഒരുപാട് വരുന്ന സ്ഥലമാണ്. അവിടെ പോയി, അവിടെ നിന്ന് നമ്മൾ റിവർ റാഫ്റ്റിങ് പോയി നമ്മൾ ഈ എല്ലാവരും കൂടി. പിന്നെ ഒരു ലൂജ് എന്ന് പറഞ്ഞിട്ടൊരു നമ്മളൊരു ഹൈറ്റിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇച്ചിരി വണ്ടി പോലത്തെ ഫ്രീ ഫോളിങ് പോലത്തെ ഒരു ഇതിൽ പോയി. പിന്നെ അത് അവിടെ നിന്ന് നമ്മൾ ഒരു മൗണ്ടൻ, ഒരു സ്നോ മൗണ്ടൻ കാണാൻ, മൗണ്ട് റൂപ്പേഹ് എന്ന് പറഞ്ഞിട്ട് മൗണ്ടൻ കാണാൻ പോയി. എൻ്റെ വഴിക്ക് ഒരു വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു, അത് കണ്ടു. ഫുഡൊക്കെ എങ്ങനെയാണ്? ഫുഡ് ന്യൂസിലാൻഡില് നമ്മള് ഇന്ത്യൻ ഫുഡ് ഉണ്ട്, ഇപ്പം ഒരുപാട് ഇന്ത്യൻസ് വരുന്നതുകൊണ്ട് ഇന്ത്യൻ ഫുഡ് ഒരുപാടുണ്ട്. പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആണ്. നമ്മള് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് ആൾക്കാർ എക്കണോമിക് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ബർഗറും സാൻഡ്വിച്ചും. അവിടുത്തെ നേറ്റീവ് കുസീൻസ് ഉണ്ടാ? നേറ്റീവ് കുസീൻസ് നേറ്റീവ് ആയിട്ട് ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറഞ്ഞൊരു ഈ ബ്രിട്ടീഷുകാരുടെ ഒരു കുസീൻ ഉണ്ട്. അതായത് നമ്മള് ഫിഷ് ഒരു ഗ്രില്ല് പോലെ ചെയ്തിട്ട് ഫ്രഞ്ച് ഫ്രൈസ്, ഫിംഗർ ചിപ്പ് പോലെ. അതെ, ഫിഷ് ഫിംഗേഴ്സ്. അപ്പൊ അതിന്റെ ഫിഷ് ആൻഡ് ചിപ്സ് എന്നാണ് ഇവര് പറയുന്നത്. അത് UK ബ്രിട്ടീഷുകാരുടെ ഒരു മെയിൻ സാധനമാണ്. അത് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. അതിൽ തന്നെ മീറ്റ് ഓൺ ചിപ്സ് എന്ന് പറഞ്ഞിട്ട് ചിക്കനോ അതെല്ലാം ഗ്രില്ല് ചെയ്തിട്ടുള്ളൊരു സാധനമുണ്ട്. പിന്നെ ഇന്ത്യൻ ഫുഡ് ഉണ്ട്, വേറെ ഇവരുടെ മാവോറി ഭക്ഷണമൊക്കെ ഉണ്ടാവും, ഞാൻ അത്ര ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ പല ടൈപ്പുകൾ. നീ പിന്നെ ഇവിടെ എൻ്റെ ഹോസ്റ്റലില് എങ്ങനെയാണ് പിന്നെ കുക്കിംഗ് കാര്യങ്ങളിലും? ഞാൻ ആദ്യം താമസം നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു പരിചയക്കാരൻ്റെ ഫാമിലിയുടെ കൂടെയായിരുന്നു, ഒരു പേയിങ് ഗസ്റ്റ് പോലെ. അപ്പം അവിടെ താമസം, കിച്ചൺ ഷെയർഡ്, സെപ്പറേറ്റ് ഒരു റൂം. സ്വന്തമായിട്ട് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കും. ഫ്രിഡ്ജിലൊരു സ്പേസ് സെപ്പറേറ്റ് നമുക്ക് തരും. പാലക്കാട് കുക്കിംഗ് ഒക്കെ ഉണ്ട്? പാലക്കാട് ഉണ്ടായിരുന്നില്ല, ഞാൻ കുറച്ച് പഠിച്ചതാണ്, അവിടെ പോയിട്ടാണ് പഠിച്ചത്. ന്യൂസിലാൻഡ് പോയിട്ട്? അതെ, ഞാൻ ചെറിയ രീതിയിൽ ഒരു 1-2 കറികൾ ഉണ്ടാക്കാൻ മാത്രമേ പാലക്കാട് നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നെ ഇവിടെ നിന്ന് നമ്മൾ സാഹചര്യങ്ങൾ ഇതാകുമ്പോൾ നമ്മൾ സ്വന്തമായി പഠിക്കണം. അപ്പം ഇവള് ഭാര്യയോട് ചോദിച്ചു, ജിത്തിനോട് ചോദിക്കും, അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുതരും. അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് പിന്നെ എന്തെങ്കിലും പറ്റിയാലും ഞാൻ മാത്രമേ കഴിക്കാനുള്ളൂ, വേറെ ആരില്ല. അപ്പം പിന്നെ അങ്ങനെയാണ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് റൂം മാറിയ സമയത്ത് ഞാനും നമ്മുടെ 2 റൂംമേറ്റ്സും അവര് നല്ലോണം ഡെസേർട്ട് ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഡെസേർട്ട് അല്ല. ഡെസേർട്ട് വെച്ചാല് നോർമൽ. ഇത് ന്യൂസിലൻഡ് ആണോ? ഇത് ന്യൂസിലൻഡിന്റെ വേറൊരു സ്ഥലം, എനിക്കൊന്ന് സൗത്ത് ഐലൻഡ്. ഇത് മൗണ്ട് റൂപ്പേഹു വെല്ലിംഗ്ടണിൽ പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു എനിക്ക്. ഇതെനിക്ക് തോന്നുന്നത് മൗണ്ട് റൂപ്പേഹു അല്ലെങ്കിൽ ഇത് സൗത്ത് ഐലൻഡിലൊക്കെ ഒരുപാട് മൗണ്ട് കുക്ക് ഒക്കെ പറഞ്ഞിട്ട്, അപ്പൊ അതുവഴി പോകുന്ന വഴികൾ. അവിടെ നേച്ചുറൽ ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ബ്യൂട്ടിയും. അവിടെ ആൾക്കാർ തീരില്ല, 50 ലക്ഷം ആൾക്കാരെങ്ങനെ ഉള്ളൂ. അതിനെക്കാട്ടിയും അവിടെ പശുവും ആടും ഉണ്ടെന്നാ പറയുന്നത്. ആൾക്കാരെ കൂട്ടി പിന്നെ ഇതാണോ ഫാമിംഗ് ഇതൊക്കെ ആയിട്ട് അത്രയും നമ്മള് ഓക്ലൻഡിലാണ് മെയിൻ. നമ്മള് ഇന്ത്യയിലെ മുംബൈ പോലെയാണ് അവിടുത്തെ ഓക്ലൻഡ്. അതായത് ക്യാപിറ്റൽ അല്ലെങ്കിലും അവിടുത്തെ ഒരു ഫിനാൻഷ്യൽ ഹബ്ബ് ഓക്ലൻഡാണ്. മെയിൻ വലിയ എയർപോർട്ടും കാര്യങ്ങളും ബിസിനസ് ഒക്കെ നടക്കുന്നത് അവിടെയാണ്. അവിടെ നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു വണ്ടി റോഡിൽ തിരിച്ച് പാസ് ചെയ്യണം, ചിലപ്പോൾ 1.5 മണിക്കൂർ എടുക്കും. അത്രയും ഭയങ്കര വിജയമായ സ്ഥലമാണ്. പോപ്പുലേഷൻ കുറവാണ്, സ്ഥലം വിസ്തീർണമല്ല, അവിടെ ആൾക്കാർ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവാണ്. സ്ക്വയർ കിലോമീറ്റർ നിൽക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്.
പിന്നെ അവർ നേച്ചറിനെ നന്നായി ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓക്ലൻഡാണ് ഈ കാണുന്നത്. ആ ഒരു റൈറ്റ് സൈഡിൽ വലിയൊരു ഇത് ആണ് അവിടെ സ്കൈ ടവർ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു TV-ൻ്റെ ഒരു ടവറാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ട് ബിൽഡിങ്സ് വെച്ചിട്ട് അത്ര അത്രയൊന്നും ബിൽഡിങ്സ് ഒന്നുമില്ല അവിടെ. പിന്നെ അവിടെ വോൾക്കാനോന്റെ ഒരു ഏരിയ ആണ്, സീസ്മിക് ആക്ടിവിറ്റി ഉള്ള ഏരിയ ഉണ്ട്. അവർക്ക് അത്ര ബിൽഡിങ്സും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് മലേഷ്യ ഞാൻ പോയപ്പോ ബിൽഡിങ്ങിന്റെ ചൈനീസ് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ചൈനക്കാർ പറയും ന്യൂസിലൻഡ് ഓക്ലൻഡിലാണെങ്കിലും മുഴുവൻ ചൈനക്കാർ തന്നെയാണ്. അവരാണ് കംപ്ലീറ്റ് ശരിക്കും ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത്. അവിടെയൊക്കെ വലിയ ബ്രാൻഡഡ് ഷോറൂംസ് എല്ലാം ആണെങ്കിലും അവർ തന്നെയാണ് പോയിട്ട് വാങ്ങിക്കുന്നത്. അവർക്ക് ഈ ഇന്ത്യൻസിനൊക്കെ ഒന്നല്ല, ശരിക്കും അവിടുത്തെ കീവീസിനെക്കാട്ടിയും കൂടുതൽ ചൈനക്കാരാണ് ശരിക്കും മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവരില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോകത്തിന്റെ പല ഇതും നിൽക്കും എന്ന് പറയാം. അത്രയും അതൊക്കെ ഇമ്പാക്റ്റ് ഉണ്ട് എക്കോണമിയിൽ. എനിക്കപ്പോൾ ഈ ഒക്ടോബർ 4-ന് അല്ല 5-ന് പോകുന്നത് എന്തെങ്കിലും സ്പെസിഫിക് എന്തെങ്കിലും ഇന്റർവ്യൂ അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ അതോ ഇനി? അല്ല, ഞാൻ വരുമ്പോഴേ ഞാൻ ഈ ഒരു ടിക്കറ്റ് എടുത്തിട്ട് വന്നതാണ്. ഞാൻ ഓൾറെഡി ജോബ് അപ്ലൈ തുടങ്ങി. അപ്പം ഇപ്പം ഓൺലൈനിൽ പേരിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അവിടെ വീണ്ടും പോയിട്ട് കുറച്ചും കൂടി ഉഷാറായിട്ട് നോക്കണം. ഇനിയിപ്പോൾ നമ്മളെ ആൾക്കാരും വരുന്നുണ്ടോ? സനില് വരേണ്ടതാണ്. അപ്പം അവന്റെ ബ്രദർ ഇപ്പൊ ഇവിടെ ഉണ്ട്. ബ്രദർ തിരിച്ച് അവിടത്തേക്കായിട്ട് ആളിങ്ങോട്ട് വരും നാട്ടില്. ഈ പോകുന്നതിനുള്ളിൽ കാണാൻ പറ്റുന്ന ആൾ അറിയില്ല, അവന്റെ ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ചെറിയൊരു അതെ അതെ, നമുക്കൊന്ന് കാണണം. സനിന്റെ പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ വണ്ടി എത്തി. എന്റെ ബ്രദർ ഉണ്ട് വീട്ടിൽ, ബ്രദറും ഫാമിലി ഉണ്ട്. ജസീം വന്ന ശേഷം പുള്ളി പോയ ശേഷം നാട്ടിൽ വരും. ഇപ്പം ഒരാളിപ്പോ ഇവിടെ വേണം. അതെ അതെ, അത്ര സുഖം ഫാദറിന് അത്ര സുഖം പോരാ. അതുകൊണ്ട് മിലൻ ഇപ്പം എത്ര LKG? UKG 5 വയസ്സായി. ചിന്മയ തന്നെയാണ് പഠിക്കുന്നത്. പഴയ ടീച്ചേഴ്സ് ഇപ്പം രഘുസാറും. നീ ഇപ്പൊ പോയ ചിന്മയില്? ഞാൻ വെള്ളിയാഴ്ച പോയിരുന്നു. കാരണം വെള്ളിയാഴ്ച ഓണപരിപാടി ഉള്ളതുകൊണ്ട് ഉച്ചവരെ ഉള്ളൂ. അപ്പൊ അന്നേ അച്ഛനും അമ്മയും വരണം, സ്കൂളിൽ വരണം. കാരണം ഇവിടെ അവന് ചിലപ്പോ അവന്റെ വേറെ ഫ്രണ്ട്സിന്റെ അച്ഛനും അമ്മയും വരും കൂട്ടാൻ. അപ്പൊ ഇവന് ആരെങ്കിലും വരണം കൂട്ടാന്നുള്ളൊരു ഇതുണ്ട്. അപ്പം വരണം. അവള് വല്ലപ്പോഴും വണ്ടിയാണല്ലേ, സ്കൂൾ ബസ്സാണ് പോകുന്നത്. സ്കൂൾ ബസ് വീട്ടിന്റെ മുന്നിലുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പോയിരുന്നു. അപ്പൊ അന്ന് ഓണത്തിന്റെ ആഘോഷം ഇതൊക്കെ നടക്കുന്ന ദിവസം. അപ്പം ചിന്മയിലെത്തിയപ്പോഴാണ്, പഴയ ചിന്മയൊന്നുമല്ല നമ്മുടെ, ഞാൻ വല്ലപ്പോൾ പോയിട്ടുണ്ടെങ്കിലും ഈ ഓണത്തിന്റെ പരിപാടി സമയത്ത് ആദ്യമായിട്ടാണ് പോകുന്നത്. നീ അയച്ച വീഡിയോ ഒരു മാസ് ക്രൗഡ് എല്ലാവരും ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്ന സംഭവം. അത് ഈ നമ്മുടെ പൂക്ക മത്സരത്തൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ എല്ലാ കുട്ടികളും നേരെ ഈ ബാസ്കറ്റ്ബോൾ കോർട്ടൊക്കെ ആക്കി. അവിടെ എല്ലാരും വന്ന് അവര് DJ ആണ്, ടീച്ചേഴ്സും ഇവിടെ സ്റ്റേജിന്റെ അവിടെ DJ പാട്ട് വെച്ചിട്ട് കുട്ടികളെല്ലാരും ഡാൻസ് ചെയ്ത് തകർക്കാണ്. പണ്ട് നമ്മള് പിന്നെ സീനിയർ ഷെഫീക്കും ടീമെല്ലാം ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടി സമരവും കാല് പിടിക്കലും അതൊക്കെ. ഡാൻസ് വെച്ചാല് ആനുവൽ ഡേ ഒക്കെ അല്ലേ, ആനുവൽ ഡേ വെച്ചാൽ തളിപ്പറമ്പിൽ ആഘോഷമാണ്. അന്നേരം അതേ രാത്രി നടത്തുന്ന ഒരു പ്രോഗ്രാം അതേ ഉള്ളൂ. ഒരു വൈകുന്നേരം തുടങ്ങി രാത്രി. അതിപ്പോ ജനുവരി 25 ഉണ്ടാവും. 26 ലീവ് ലീവ് ഭയങ്കര മടിയല്ലേ ആ സമയത്തൊക്കെ. പണ്ടെല്ലാം ഓർമ്മയുണ്ട് എന്തെങ്കിലും ഈ പിന്നെ വലിയ മഴയെങ്കിലും കൊടുമടിയായിരിക്കും. അപ്പോഴും ചിലപ്പോൾ കണ്ണൂർ സിനിമ ലീവ് കൊടുത്തെന്ന് പറഞ്ഞാൽ ഇവരില്ല. ഫസ്റ്റ് എക്സ്ക്യൂസ് ആയിരുന്നു. പഠിക്കുമ്പോ അങ്ങനെ ഇപ്പോഴത്തെ അത്ര ലീവ് ഒന്നും ഇല്ല. വളരെ എത്ര വലിയ മഴ പെയ്താലും ഇപ്പോഴത്തെ അത്ര ഒരു സ്കൂളിൽ ലീവ്, മഴ പെയ്ത് സ്കൂൾ ലീവാന്ന് നമ്മൾ കേട്ടിട്ടില്ല. അല്ല പിന്നെ അന്നൊക്കെ ഇവര് പൊതുവെ പറയുന്നത് കണ്ണൂർ സിനിമ ലീവ് കൊടുത്തില്ല, അപ്പൊ നമുക്ക് തരാൻ പറ്റില്ല. പിന്നെ അവര് കൊടുക്കുമ്പോ ഇവര് തരാണ്ടേ. അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പൊ നീ ഇനിയിപ്പം ഒക്ടോബർ 5-ന് പോയി കഴിഞ്ഞാല് ഇപ്പം തീർച്ചയായിട്ടും അവിടെ ഒരു ജോലിയൊക്കെ കിട്ടി സെറ്റ് ആവും. അതിനുശേഷം എന്താണ് നിന്റെ പ്ലാൻസ്? ഇങ്ങനെ ഇത്ര കാലം ചിലവർക്ക് ഉണ്ടാവല്ലോ, ഒരു 5 വർഷം കൂടെ വർക്ക് ചെയ്യാൻ, എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ ഒന്നും നിന്റെ അങ്ങനെ വലിയ പ്ലാനുകൾ ശരിക്കും പറഞ്ഞാൽ എനിക്കില്ല. അതാണ് നമ്മൾ പണ്ട് മുതലേ അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു ഫ്ലോയിൽ അങ്ങ് നമ്മൾ പോകുന്ന ഫ്ലോയിൽ എന്തൊക്കെയാണോ എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോഴത്തെ പ്ലാൻ വെച്ചാല് എനിക്കവിടെ 3 വർഷത്തെ വിസ കിട്ടി, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടി. 3 വർഷത്തിനുള്ളിൽ നമുക്കൊരു ജോലി അവിടെ കണ്ടുപിടിക്കണം. അപ്പൊ എന്നിട്ട് കുറച്ച് നാൾ അവിടെ നിൽക്കണം എന്നാണ് ആലോചിക്കുന്നത്. അത്ര നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. ജോലി ചെയ്ത് ഈ 3 വർഷത്തെ വിസക്ക് ശേഷം ഇപ്പോ ഒരു കമ്പനി നിന്നെ ഹയർ ചെയ്യുകയാണെങ്കിൽ അവര് അതിന് ശേഷം നിന്റെ എന്തെങ്കിലും വിസ 3 വർഷം ശേഷമാണെങ്കിൽ അങ്ങനെ ഹയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അവിടുന്ന് ഈ 3 വർഷത്തിനുള്ളിൽ ജോലി കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാം. ഇതിനുള്ളിൽ നമുക്ക് ജോലി കിട്ടണം. 3 വർഷത്തിനുള്ളിൽ നമുക്ക് ജോലി കിട്ടണം. ജോലി കിട്ടിയിട്ട് അവരുടെ വിസയിലോട്ട് മാറണം. അതാണ്. അതും വർക്ക് വിസയാണോ അതോ?
അത് വർക്ക് വിസ ആയിരിക്കും. അത് എത്ര വർഷത്തേക്കും? അത് ഡേറ്റ് ഓഫ് ഹയറിംഗ് അതെ അങ്ങനത്തെ ഒരു രീതിയായിരിക്കും. പിന്നെ അവിടെ കുറച്ച് വ്യത്യസ്തമായ രീതിയാണ്. അവിടെ വർക്ക് വിസനെക്കാട്ടിയും അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനെ ടൈം ലിമിറ്റ് ഇല്ല. കൂടുതൽ നടക്കുന്നത് ഈ റെസിഡൻസ് PR അല്ലെങ്കിൽ റെസിഡൻസി എന്നുള്ളൊരു സിസ്റ്റമാണ് അവിടെ. ഗൾഫിലെ പോലെയല്ല. അപ്പോൾ അവിടെ ഇപ്പോൾ നമുക്ക് ഇവര് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഗ്രീൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട്. അതായത് അവിടുത്തെ ഗവൺമെന്റ് ഷോർട്ടേജ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് അവർ ഇടും. ആ ലിസ്റ്റ് ലിസ്റ്റ് എടുത്തിട്ടാണ് ആ ലിസ്റ്റ് ഇതാണ് ആ രേഖ മറ്റേ ശങ്കരാടി. അപ്പൊ ആ ലിസ്റ്റ് ഗ്രീൻ ലിസ്റ്റ് എന്നാണ് പറയാ. അപ്പൊ ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾക്ക് ആ ഗ്രീൻ ലിസ്റ്റിൽ ജോലി കിട്ടുകയാണെങ്കിൽ ഇപ്പം നഴ്സിംഗും മെഡിസിനും എഞ്ചിനീയറിംഗും അതിൽ വരും. അവരുടെ ഒരു ആവശ്യമാണല്ലോ അല്ലേ? അതെ, അത് അവർ നേഷൻ ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് അവർക്ക് ആൾക്കാർ ഇവർക്കൊക്കെ ഈ വെസ്റ്റേൺ ഇവർക്കും ഓസ്ട്രേലിയ ന്യൂസിലൊക്കെ അവർക്ക് ആൾക്കാരില്ലാത്തതാണ് അവരുടെ. നമുക്ക് ഇന്ത്യക്ക് ഏറ്റവും കൂടുതലുള്ള ആൾക്കാരാണ്, ഇവർക്കില്ലാത്തത് ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടുന്നൊക്കെ ആൾക്കാർ അങ്ങോട്ട് അവര് വെൽക്കം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ അവര് വരാൻ പറയുന്നത്. അപ്പോൾ ഈ ലിസ്റ്റ് ഇതിൽ വെച്ചിട്ട് ഈ ഇങ്ങനത്തെ ഷോർട്ടേജ് ആയിട്ടുള്ള ജോബിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഗ്രീൻ ലിസ്റ്റിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് റെസിഡൻസി അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 2 ഓപ്ഷനാണ്. വർക്ക് ടു റെസിഡൻസി, 2 വർഷം ജോലി ചെയ്തിട്ട് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യും. സിറ്റിസൺഷിപ്പ് അല്ല, സിറ്റിസൺഷിപ്പ് അല്ല. സിറ്റിസൺഷിപ്പ് വേറെ. റെസിഡൻസി നമുക്ക് അവിടെ നിൽക്കാനുള്ള ഒരു പെർമിറ്റ് പോലെ. ഇത്ര വർഷം ഇല്ല, 2 രീതിയുണ്ട്. റെസിഡൻസി എന്ന് വെച്ചാൽ നോർമൽ 2 വർഷം എന്നാണ് കണക്ക്. ആ 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് PR-ന് അപ്ലൈ ചെയ്യാം, പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാം. പെർമനന്റ് റെസിഡൻസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് എത്ര വേണം നിൽക്കാം. അതിൻ്റെ ഒരു പെർമനന്റ് ആണ്. നമുക്ക് എപ്പോഴും വേണമെങ്കിൽ വരാൻ പോവാം, വേണമെങ്കിൽ നിൽക്കാം, വേണ്ടെങ്കിൽ നിൽക്കണ്ട. നമുക്കൊരു സ്റ്റാമ്പ് അടിച്ച് കഴിഞ്ഞു പാസ്പോർട്ടിൽ. പിന്നെ നിൽക്കണോ വേണ്ടത് നോക്കണോ നമ്മുടെ ഇഷ്ടമാണ്, വേണം നിൽക്കാം. പിന്നെ ചിലവര് അത് കുറച്ച് വർഷം, 1-2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യും. എത്ര വർഷം കഴിയണമെന്നുണ്ടാവും? 2 വർഷം കഴിയണമെന്നോ 2 റെസിഡൻസ് കിട്ടിയിട്ട് പെർമനന്റ് റെസിഡൻസി കിട്ടിയിട്ട് 2-3 വർഷം കഴിയുമ്പോഴാണ് സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എനിക്കിപ്പോൾ അത്രയൊന്നും ലോങ് പ്ലാൻ ഒന്നും ഇല്ല. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പ്ലാൻ വെച്ചാൽ ജോലി അവിടെ കിട്ടുക എന്നുള്ളതാണ്. കുറച്ച് വർഷം നിൽക്കുക. അതിപ്പം നമുക്ക് നല്ല ജോലി നല്ലത് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. അതൊരു ഫുൾ പ്രൂഫ് ആയിട്ടൊരു ഇതുവരെ പ്ലാൻ ഇല്ല. എന്നിട്ട് വെച്ച് നോക്കാം എന്നുള്ളൊരു. അത് എനിക്ക് എൻ്റെ പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് പുറത്ത് ഇപ്പം പഠിച്ചാലും വർക്ക് ചെയ്തിട്ടായാലും മസ്കറ്റ് കൊണ്ട് ഇനിയിപ്പം നീ ഇപ്പോൾ ന്യൂസിലാൻഡിലും പോയി വന്നു. അപ്പം ഇനിയിപ്പോൾ നിനക്ക് നാട്ടിൽ വന്ന പണ്ട് പാലക്കാട് വർക്ക് ചെയ്ത പോലെ വർക്ക് ചെയ്യാൻ പറ്റുമോ? വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? ഒരു ഷിഫ്റ്റ് എങ്ങനെയാണ്? അത് നല്ല വ്യത്യാസം വരും. കാരണം ഇപ്പം ഞാൻ ഗൾഫിൽ മസ്കറ്റിൽ വർക്ക് ചെയ്തത് 8 വർഷം. അവിടുത്തെ രീതിയും ന്യൂസിലാൻഡ് രീതിയും ഭയങ്കര വ്യത്യാസമാണ്. കാരണം ഗൾഫിലൊക്കെ കുറച്ചും കൂടി അവിടെ വർക്ക് ആണ് മെയിൻ. അപ്പം അവിടെ ഇപ്പം ഫാമിലി നമ്മളെ കൂടെ ഉണ്ടെങ്കിലും അവിടെ ജോലിക്കാണ് ഇമ്പോർട്ടൻസ്. ഇത് നമ്മള് ഏതോ ഒരു ഓണത്തിന് ഞാൻ വെക്കേഷൻ സമയത്ത് മസ്കറ്റിന് ലീവ് സമയത്ത് എടുത്ത ഇതാണ് ഈ ഫോട്ടോ. ഇവിടെ വന്നിട്ട് നിന്റെ വീട്ടിന് പുറത്തുനിന്ന് എടുത്ത ഫോട്ടോ. ഇതിന്റെ US നമ്മളിവിടെ 2018 കുറച്ച് മുകളിലുള്ള ഫോട്ടോസില് റാണിപുരം ഞാനും നീ സതീഷും കൂടി പോയത്. അത് ഭയങ്കര ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ഞാൻ മസ്കറ്റിന് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ദിവസം പോയതായിരുന്നു റാണിപുരം. സന്ദീപിന്റെ ഫോട്ടോ ഒന്നും ഉണ്ടാവില്ല. സന്ദീപിനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കാണുന്നത് തോന്നുന്നു എനിക്ക്. നമ്മള് ഞാൻ വെസ്റ്റ് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് കണ്ടിട്ടില്ല. ഇത് സജീഷ് KV പഠിച്ചാണ് എന്റെ കൂടെ. ഇപ്പൊ ഏകദേശം നമുക്കൊന്ന് പിന്നെ നമ്മള് ഒക്കെ ചിന്മയെ പഠിച്ചു. അത് കഴിഞ്ഞ് ഈ പറയുന്ന ടീം, അതായത് ശശി, സനിൽ, അർജുൻ ഇവരെല്ലാം KV-ലേക്കും അങ്ങനെയൊക്കെ പോയി. അപ്പൊ അവരെ ഫ്രണ്ട്സ് നമ്മളെ ഫ്രണ്ട്സായി. അപ്പൊ അങ്ങനെ ചിന്മയെ പഠിച്ചത് എനിക്ക് കുറെ പേര് അറിയാം. സഹീർ, ഷാക്കിർ, 11th 12th എനിക്കറിയുന്ന പറയുന്നതിൽ വലിയ ആർക്കും എനിക്കറിയാത്തവരുണ്ട്. ബാക്കി നമ്മളെപ്പോലുള്ള ആൾക്കാരെ കോണ്ടാക്ട്. അത് നീ എങ്ങനെയാണ്, അതായത് ബോധപൂർവമായിട്ട് എന്തെങ്കിലും ഒരു എഫേർട്ട് ഇടാറുണ്ട്? ഇങ്ങനെ ഇത്രയും സോഷ്യലായിട്ട് എന്നെ സംബന്ധിച്ച് അതൊരു എക്സോസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പണിയാണ്. ഇടയ്ക്ക് പിന്നെ ഒരു വളരെ അടുത്ത ആൾക്കാരുമായിട്ട് നമ്മൾ പിന്നെ അങ്ങനെ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അവരിങ്ങോട്ട് വിളിക്കും, നമ്മളങ്ങോട്ട് വിളിക്കും. പക്ഷെ ഇങ്ങനെ കോണ്ടാക്ട് വെക്കാനായിട്ട് ഇങ്ങനെ ബോധപൂർവമായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അത് നിർബന്ധ ബുദ്ധിയോടെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഒന്നും സംഭവം അത് കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു എന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഇവർക്കൊക്കെ അറിയാം. പ്രദീപിനും സന്ദീപിനൊക്കെ നന്നായിട്ട് അറിയുന്നതാണ്. അച്ഛന് കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഇതേപോലെ. അപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവർക്ക് ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല അച്ഛനോട്,
അച്ഛൻ ഇതുപോലെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിക്കും. അപ്പൊ ഞാൻ സ്കൂളിൽ മസ്കറ്റ് വന്നാൽ അല്ലല്ല അവിടുത്തെ കാര്യം അതല്ല, ഇവിടെ നാട്ടിലെ കാര്യം. നമ്മൾ 93 ഇങ്ങോട്ട് വന്നല്ലോ, പിന്നെ നമ്മളെല്ലാരും ഇവിടെയാണ്. അപ്പൊ അച്ഛനിങ്ങനെ എല്ലാരും ഫോണിൽ ഇങ്ങനെ ഇരുന്ന് വിളിക്കും, ഫോൺ പിടിച്ചിട്ട് എടാ അതുണ്ട് എന്നൊക്കെ ചോദിച്ചിങ്ങനെ വിളിക്കും. അപ്പൊ ഇവരെ മസ്കറ്റിലെ ഫ്രണ്ട്സ് നാട്ടിലുണ്ട്, എല്ലാവരും നാട്ടിൽ സെറ്റിലായിട്ട് പലരെയും ഇങ്ങനെ ഫോണിൽ വിളിക്കും. ആ സമയത്ത് ഫോണല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ എല്ലാവരും അങ്ങോട്ട് വിളിക്കുന്നത്, ഇങ്ങോട്ട് ആരും വിളിക്കാറില്ലല്ലോ, ഞാൻ അധികം ഇങ്ങോട്ട് വിളിക്കുന്നത് കേൾക്കാറില്ല. അപ്പൊ എന്നോട് എന്നെ നോക്കി ചിരിച്ചു. അപ്പൊ എനിക്ക് അതിന്റെ ഒരു കൂട്ടം ശരിക്കും മനസ്സിലായി. പിന്നെയാണ് അത് നമുക്ക് അതിലൊരു ഇഷ്ടം കണ്ടെത്തുന്നുണ്ടാവും, നമുക്ക് അതിന്റെ ഒരു താല്പര്യം. അപ്പൊ അവരെ വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇതേ ചോദ്യം ചിത്ര നിന്നോട് ചോദിക്കാറുണ്ടോ? ഇത് മിസ്റ്റർ പ്രവീൺ. പ്രവീണായിട്ട് കുറച്ച് നാളായിട്ട് കോണ്ടാക്ട് ഇല്ല. പ്രവീൺ യൂസിലാണ്. ഇതൊക്കെ നമ്മൾ LBS ഉള്ള ഫ്രണ്ട്സ് ആണ്. അറിയാം, നമ്മൾ ഇലക്ട്രിക്കലുള്ള. ഇത് ഞാൻ SSB ഇന്റർവ്യൂവിന് പോയ സമയത്ത് അലഹാബാദ് നെഹ്റു ജനിച്ച വീടാണ് മറ്റേ ഫോൺ. ഇത് നമ്മുടെ ത്രിവേണി സംഗമം ഉള്ള യമുനയും ഇതൊക്കെയാണ് ആ ബാക്കിൽ കാണുന്നത്. ഇത് നെഹ്റു ജനിച്ച വീടായിരുന്നു. ഇതില് രണ്ടുപേര് ഓൾറെഡി ആർമി കയറി ആ ഗ്രൂപ്പിൽ തന്നെ. എന്റെ സൈഡിൽ നിൽക്കുന്ന പച്ച ഇപ്പം ചെറിയ രീതിയിൽ കോണ്ടാക്ട് ഉണ്ട്. ഇതിൽ ഒരാള്, ഈ ഫോട്ടോയിലുള്ള ആള് കുറച്ച് നാൾ മുന്നേ, ആളിപ്പോ സുപ്രീം കോടതി വക്കീലൊക്കെയാണ്. അവൻ ഇങ്ങടക്ക് നാട്ടില് ഡെറാഡൂണിന്ന് അവൻ വണ്ടി എടുത്ത് വന്നിട്ട് ഞാൻ നാട്ടില് കണ്ണൂരേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അല്ല, ഇത് അന്ധകാലത്തെ ചില ഫോട്ടോ ഹോബികൾ. ഇത് നമ്മളെ സീനിയർ രാകേഷ് ഹരിദാസിന്റെ, സുജാ കാർത്തിക് അവരുടെ ഇതിന് മഞ്ജുവാരാണ്. അത് നമ്മുടെ സീനിയറാണ് സുജാ കാർത്തികെ കല്യാണം കഴിച്ചത്. അപ്പൊ അതിന് റോഷി മച്ചു രാകേഷ് ഹരിദാസ്, നകുൽ. ഇത് ചന്ദ്രശേഖർ ആസാദിന്റെ അതിന്റെ സ്റ്റാച്യു ആണ്. അലഹബാദിൽ പോയപ്പോ എടുത്ത ഫോട്ടോസ് ആണ്. ഹരിപ്രസാദ് ഉണ്ടോ എല്ലാത്തിനും? നടന്മാരാണ് റോഷി ബാക്കി ഉണ്ടാവില്ല. വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു അന്ന്. ഫോട്ടോ നമുക്ക് ഇതേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മസ്കറ്റില് നമുക്ക് ആദ്യം കിട്ടിയ റൂമാണ്. അപ്പൊ നമ്മൾ കമ്പനിക്ക് തന്നെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്ക് കിട്ടിയൊരു റൂമായിരുന്നു. ഇത് പ്രതിഷ്ഠിച്ച വില അവിടെ എഴുതിയതാണ്, കമന്റ്സ് വായിച്ചതാണ്. സൈഡില് മറ്റേ ആ സിനിമന്റെ വന്ന ചതിക്കാത്ത എന്തൊക്കെ ശേഷം ശശിക്കാർ രാജാവ് എന്നതിൽ വരും. മധ്യ തിരുവിതാംകൂർ രാജാവ്. LBS പഠിക്കുന്ന നമുക്ക് ഓർമ്മയുണ്ട്, ഈ സീനിയേഴ്സ് എല്ലാം വിളിച്ചിട്ട്. ഞാൻ ഒരുപാടില്ല. ഇതിപ്പോ 17 നമ്മളൊരു ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഡൽഹി, ആഗ്ര, ജയ്പൂർ ഒരു ട്രിപ്പ് പോയിരുന്നു 5 ദിവസത്തെ. ഇത് ഫത്തേപൂർ സിക്രി ട്രാവൽ ഏജൻസി വഴി പോയത്. ഫത്തേപൂർ സിക്രി. ഇത് ആമേർ ഫോർട്ട്, ജയ്പൂർ ആമേർ ഫോർട്ടാണ്. പിന്നെ ഇത് ജന്തർ മന്ദർ, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇത് ആമേർ ഫോർട്ട് സിറ്റി പാലസിന് ഉള്ളിലുള്ള ഒരു ശീഷ് മഹൽ. ഇതൊരു സൈഡിൽ നിന്ന് എടുത്ത കണ്ണാടി വെച്ചിട്ടുള്ള റിഫ്ലക്ഷൻസും. ഇത് ലിയോ, നമ്മുടെ ഞാനും വൈഫും ഒരേ ദിവസമാണ് ജനിച്ചത്. അപ്പൊ നമ്മുടെ സ്റ്റാർ സൈൻ ലിയോ എന്ന് കണ്ടോണ്ട് അതുകൊണ്ട് ഇന്ന് ചൂണ്ടിയതാണ്. തൊട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഈ ഫോട്ടോ. ഇത് അവിടുത്തെ രാജ് മന്ദിർ എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ഒരു തിയേറ്റർ ഉണ്ട്. വലിയ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്ന അവിടെയാണ്. പഴയ അമിതാഭ് ബച്ചൻ ഷോല. അല്ല, ഇത് ജയ്പൂരാണ്, രാജ് മന്ദിർ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഗൂഗിളിൽ നമ്മൾ തപ്പി നോക്കില്ല ഏതൊക്കെയാണ് സ്ഥലങ്ങൾ. അപ്പം നമ്മുടെ താമസിക്കുന്ന റൂമിൽ എടുത്തത് അപ്പൊ സിനിമ ഞാൻ നോക്കിയിട്ട് അങ്ങനെ പോയതാണ്. അബുദാബി. ഇത് നമ്മള് ബോട്ട്. അതെ, വലിയ പറമ്പ ബാക്ക് വാട്ടർ. അർജന്റീനയുടെ ഡബിൾ ഉണ്ട് ഇപ്പൊ ഏകദേശം. സജീഷൻ അറിയാം, അത് കേവിയിലുള്ള വലിയ മാറ്റമില്ല. പ്രദീപും ഈ ഫോട്ടോയിൽ വലിയ മാറ്റമില്ല ഇപ്പോഴത്തെ ഇതായിട്ട്.
ഇത് അവിടെ ഹണിമൂൺ ട്രിപ്പ് ബാലി പോയ സമയത്ത് എടുത്തതാണ്. ബാലിയില് ഇത് അവിടെ ഒരു ബാലിന്ന് ഒരു ബോട്ടിലെങ്ങാനും പോകണം, ഒരു സൂ പോലെ. ഞാനിപ്പോ എവിടെ പോയാലും സൂ ഒഴിവാക്കലാണ്. അതൊരു സ്ഥലമാണ്. ഇത് അമ്മ വന്ന സമയത്ത് അമ്മ വന്നിരുന്നു. കല്യാണത്തിലാണോ? ഇത് വിവേകിന്റെ കല്യാണ സമയത്ത് ഒരു അങ്ങനെ. എന്നിട്ട് ഏറ്റവും ബാക്കിൽ വരാനല്ല അതെ ഇത് കണ്ടാർത്തിന്റെ കല്യാണച്ചക്കരം പോലെ ലുക്ക്. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, സെപ്റ്റംബറിൽ പലരെയും കല്യാണം ഉണ്ടാവും ഓണ സമയത്ത്. അങ്ങനെ ഞാൻ സെപ്റ്റംബർ സമയത്ത് എപ്പോഴും നോക്കി പ്ലാൻ ചെയ്യും. അപ്പൊ നമുക്കൊന്നും നമ്മൾ ഇനി ശശിന്റെ സമയം എടുക്കുന്നത് ശരിയല്ല, നമുക്ക് റാപ്പപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ. അപ്പം നമ്മളിത് ഓണത്തിനാണ് എടുക്കുന്നുണ്ടെങ്കിലും സന്ദീപിന് എപ്പാന്ന് എഡിറ്റ് ചെയ്ത് ഇടുമെന്ന് ഭഗവാൻ അറിയാം. എപ്പാന്ന് ഇടൂടാ? ഇന്ന് ഇടണം. അപ്പം പിന്നെ ഓണം വൈബ്സ് മാറുന്നതിന് മുന്നേ. അപ്പം പിന്നെ ഇത് ആക്ച്വലി ഒഫീഷ്യൽ ഒരു പോഡ്കാസ്റ്റിന് വേണ്ടി ശശി വന്നാണെങ്കിലും നമുക്കൊരു റീകണക്ട് പോലെ തന്നെ ഒന്നോ വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു പോയതേ ഉള്ളൂ. ഇത്രയും സൗകര്യത്തിൽ സംസാരിക്കാൻ പറ്റി ഇപ്പം. അപ്പം ഇനി നമുക്ക് കാണാം. പിന്നെ സനിലും അവരൊക്കെ വരുവാണെങ്കിൽ സന്ദീപ് എല്ലായിട്ട് നമുക്കൊരു ഗെറ്റ് ടുഗദർ ആക്കാം. അപ്പം ഇന്നത്തേക്ക് എനിക്കൊന്ന് നമുക്ക് റാപ്പപ്പ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് നമ്മൾ ചിലപ്പം ഗസ്റ്റ് ഉണ്ടല്ലോ, ചിലപ്പോൾ ഞാനും സന്ദീപ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ വൈബ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ചെറിയൊരു കാര്യം വിളിച്ചത് വളരെ നന്ദി. എനിക്ക് ഒരുപാട് കാലം ശേഷം പഴയ കുറെ ഓർമ്മകളിലേക്ക് പോകാൻ പറ്റി. ഇപ്പം ഞാനിപ്പോൾ പഠിച്ചിറങ്ങിയതുകൊണ്ട് വീണ്ടും ഒരു കോളേജും ഇതൊക്കെ കഴിഞ്ഞതുകൊണ്ട് വീണ്ടും ഒരു സ്കൂൾ കാലഘട്ടത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി സംസാരിക്കാനുണ്ട്. നമ്മൾ സംസാരം തീരാത്തത്ര എപ്പിസോഡ്സ് പോവും, പക്ഷെ നമുക്ക് സമയപരിമിതി ഉണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം വിളിച്ചതിൽ, നിങ്ങളുടെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞതിൽ. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു എപ്പിസോഡിൽ കാണാം, അങ്ങനെ കണക്ട് ചെയ്യാം. ദിസ് ഇസ് വീക്കെൻഡ് വൈബ്സ്. പ്രദീപ് സൈനിങ് ഓഫ്. ബൈ.